അപ്പോൾ ഒരുവിധപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, സ്പീഡിൽ പോവാം. അപ്പോൾ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് വൺ, ദ ബാഗേജ് ഡാഷ് റിയലി ഹെവി. ഒന്ന് വേഗം കമൻറ്റ് ചെയ്തോളൂ. ദ ബാഗേജ് ഡാഷ് റിയലി ഹെവി. ആണോ, ഹാവ് ആണോ, എസ് ആണോ, ഹാവ് ബീൻ ആണോ? ആൻസർ എന്താ? എസ് ആണ് അല്ലേ? എസ് ആണ് കേട്ടോ. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാഗേജ് അതുപോലെ തന്നെ ലഗേജ് ഇതിനൊക്കെ നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഈ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനകത്ത് ആണെങ്കിലും ഹാവ് ആണെങ്കിലും ഹാവ് ബീൻ ഇതെല്ലാം പ്ലൂറലാണ്. നമ്മുടെ ആൻസർ എസ് ആണ് കേട്ടോ. അപ്പോൾ ഓഡ് മാൻ ഔട്ട് എന്നുള്ള രീതിയിൽ നോക്കിയാൽ നമുക്ക് ആൻസർ കുറച്ചൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. 10,000 rupees ഡാഷ് എ ലാർജ് സം. എസ് ആണോ, ആണോ, വോസ് ആണോ, ഹാസ് ആണോ? എസ് ആണ്. റീസൺ ചോദിക്കുകയാണെങ്കിൽ അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി ഇതിനൊക്കെ ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സാധാരണ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക കേട്ടോ. എന്താണ് യൂസ് ചെയ്യുക? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. പ്ലൂരൽ, ഹാസ് സിംഗുലർ ആണ്, പക്ഷേ അതിന് ശേഷം നമുക്ക് P3 ഫോം ഒന്നും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി ഇസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് ഇൻക്രീസിങ് ഇൻ സം സ്റ്റേറ്റ്സ്. വെരി ഗുഡ്, എസ് ആണ്. ഓക്കെ, ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇസ് ഇൻക്രീസിങ് ഇൻ സം സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എ നമ്പർ ഓഫ് ആണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. എ നമ്പർ ഓഫ് ആണെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്ലൂരൽ വെർബ് യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ആണ്. ദ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയില്ലേ. എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് ടീച്ചേഴ്സ്, ഒരുപാട് ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ അതിനുശേഷം പ്ലൂരൽ വരും. ദ എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം സിംഗുലർ ആയിരിക്കും വരിക. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി പ്ലൂരൽ, വേറെ പ്ലൂരൽ, ഹാവ് പ്ലൂരൽ. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ. എ നമ്പർ ഓഫിന് ശേഷം പ്ലൂരൽ വെർബ്, ദ നമ്പർ ഓഫിന് ശേഷം എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? സിംഗുലർ വെർബ്. അടുത്ത ചോദ്യം, ഈച്ച് ക്യാൻ ഡാഷ് ഇസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ഇമ്പോർട്ടൻ്റ് ആണ്, വേഗം പറഞ്ഞേ. ഈച്ച് ക്യാൻ ഡാഷ് ഇസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ടേക്ക് ആണോ, ടേക്സ് ആണോ, ടുക്ക് ആണോ, വിൽ ടേക്ക് ആണോ? ഈച്ച് ക്യാൻ ടേക്ക് ആണ് കേട്ടോ. ഈച്ച് ക്യാൻ ടേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളുണ്ട്. എന്തൊക്കെയാ? സാധാരണ നമ്മൾ ഈച്ചിന് ശേഷം എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക കേട്ടോ. സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ സപ്പോസ് ഇതിനകത്ത് ക്യാൻ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, ക്യാൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ആൻസർ ഈച്ച് ടേക്സ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ക്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ് ഉള്ളതുകൊണ്ട് അതിനുശേഷം എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, അതായത് എസ് ഒന്നും ചേർക്കാണ്ടുള്ള ഫോം. അപ്പോൾ ഈച്ച് ക്യാൻ ടേക്ക് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ക്ലിക്കായോ? അപ്പോൾ സാധാരണ ഈച്ച് ആണെങ്കിൽ ഈ മോഡൽ ഓക്സിലറി വെർബ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എസ് ചേർത്തിട്ട് ആൻസർ പറയായിരുന്നു. പക്ഷേ മോഡൽ ഓക്സിലറി വെർബ് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറൊരു കേസും കൂടെ പറയാം. ഇപ്പോൾ സപ്പോസ് സ്റ്റുഡൻസ് ഈച്ച്, ഓക്കെ, ഡാഷ്, ഞാൻ ഫുൾ സെൻറ്റൻസ് എഴുതുന്നില്ല, ഹാസ് ഓർ ഹാവ്, ഇതിലേതാ നമ്മൾ യൂസ് ചെയ്യുക? സ്റ്റുഡൻസ് ഈച്ച് ഡാഷ്, ഹാസ് ആണോ ഹാവ് ആണോ? ആൻസർ പറഞ്ഞേ. സ്റ്റുഡൻസ് ഈച്ച് ഡാഷ്, ഹാസ് ഓർ ഹാവ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ഹാവ് ആണ് കേട്ടോ. നമ്മൾ പ്ലൂരൽ വേണം യൂസ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈച്ചിന് മുമ്പ് പ്ലൂരൽ ആണെങ്കിൽ ഈച്ചിന് ശേഷം എന്ത് വേണം? പ്ലൂരൽ ഫോം ഓഫ് ദി വെർബ് വേണം. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഈച്ചിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. ഇനി ഈച്ചിന് ശേഷം മോഡൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അതേസമയം ഈച്ചിന് മുമ്പ് പ്ലൂറൽ ആണെങ്കിൽ ഈച്ചിന് ശേഷം എന്താ വരണ്ടേ? പ്ലൂറൽ തന്നെ വരണം കേട്ടോ. പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് വരണം. കിട്ടിയോ? 3 കേസ് പഠിച്ചോ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഈച്ച് വെച്ചുള്ള ചോദ്യങ്ങൾ വരാം, തെറ്റിക്കരുത് കേട്ടോ, നെഗറ്റീവ് അടിക്കരുത്. അടുത്ത ചോദ്യം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ദ ലോങ് ആൻഡ് ഷോർട്ട് ഓഫ് ദി മാറ്റർ ഡാഷ് ദിസ്. വേർ ഇസ്, ഹാവ്, ആർ. കമൻസ് ഒന്നോട്ടെ. വെരി ഗുഡ്, എസ് ആണ് അല്ലേ. കാരണം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടും ഒറ്റ സാധനം തന്നെയാണ് അല്ലേ. ദ ലോങ്ങും അതുപോലെ തന്നെ ഷോർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ആണ് കേട്ടോ. സിംഗുലർ ഫോം, ഒറ്റ കൺസെപ്റ്റ് ആണ് വരണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ, ദ ലോങ് ആൻഡ് ദ ഷോർട്ട്. ഇങ്ങനെ 2 ദ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി അവിടെ പ്ലൂരൽ വരണം കേട്ടോ. പ്ലൂരൽ ഫോം ഓഫ് ദി വെർബ് വരണം. ഇപ്പോൾ ഇവിടെ ഒരു ദ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒറ്റ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൻസർ എസ് ആണ്. അടുത്ത ചോദ്യം, മെനി ഡാഷ് ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഷീപ്സ്, ഷീപ്പ്, ഷീപ്സ്, ഷീപ്പ്. അയ്യോ, ഇത് നമുക്ക് മാറ്റാം, നൺ കേട്ടോ. മെനി ഡാഷ് ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. നമ്മൾ സാധാരണ മെനിക്ക് ശേഷം എന്താ യൂസ് ചെയ്യുക? പ്ലൂരൽ വെർബാണ് കേട്ടോ യൂസ് ചെയ്യുക. മെനി അല്ലെങ്കിൽ എ ഗുഡ് മെനിക്കൊക്കെ ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്ലൂരൽ നൗൺ ആണ് യൂസ് ചെയ്യുക കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ ഷീപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷീപ്പിന്റെ പ്ലൂരൽ എന്ന് പറയുന്നത് ഷീപ്പ് തന്നെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സാധാരണ നമ്മൾ മെനിക്ക് ശേഷം യൂസ് ചെയ്യുന്നത്
എന്താണ്? പ്ലൂരൽ നൗൺ ആണ്. മെനി അതുപോലെ തന്നെ എ, ഗുഡ് മെനിക്കൊക്കെ ശേഷം യൂസ് ചെയ്യുന്നത് പ്ലൂരൽ നൗൺ ആണ്. സപ്പോസ് മെനി എ ആണെന്ന് വിചാരിച്ചോ, മെനി എക്ക് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? മെനി എക്ക് ശേഷം യൂസ് ചെയ്യേണ്ടത് സിംഗുലർ നൗണും അതുപോലെ തന്നെ സിംഗുലർ വെർബാണ്. അതിന് ഞാനൊരു കോഡ് പറഞ്ഞു തന്നിരുന്നു, മാസ് എന്നുള്ള കോഡ് കേട്ടോ, മാസ്. അപ്പം മെനി എ വന്നു കഴിഞ്ഞാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും. ഇതങ്ങനെയല്ല, മെനി ആണ്, അതിന് ശേഷം പ്ലൂരലാണ്, ഷീപ്പാണ് അതിൻ്റെ പ്ലൂരൽ. നെക്സ്റ്റ് വൺ, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് വാട്ട് ദേ വോണ്ട്. എസ് ആണ്, കാരണം ബ്രെഡും ബട്ടറും ആണ് അവർക്ക് വേണ്ടത്. അപ്പം അതിനെ ഒറ്റ ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അതേസമയം സപ്പോസ് ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഹിയർ എന്നാണെന്ന് വിചാരിച്ചോ, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഹിയർ, എസ് ആണോ ആറാണോ? ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഹിയർ, അവിടെ നമ്മുടെ ആൻസർ വരുന്നത് ആറായിരിക്കും. കാരണം അവിടെ ബ്രെഡ് വേറെയും ബട്ടർ വേറെ ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ അത് സെയിം കൺസെപ്റ്റ് അല്ല, അത് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്ലൂറൽ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ, ദ പോലീസ് ഡാഷ് ക്വസ്റ്റ്യനിങ് ദി സസ്പെക്ട്സ്. ദ പോലീസ് ആറാണ് കേട്ടോ, പോലീസ് ആറാണ്. അപ്പോൾ പോലീസ് മാത്രമല്ല, അതുപോലെ തന്നെ ഏതൊക്കെയാണ്? ക്ലേർജി ഉണ്ട്, കാറ്റിൽ ഉണ്ട്, പീപ്പിൾ ഉണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂരൽ ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. പോലീസിന്റെ പി വെച്ചിട്ട് തന്നെ നമുക്ക് പ്ലൂരൽ എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ, പ്ലൂരൽ. ഓക്കെ, സോ പോലീസ് ആർ ക്വസ്റ്റ്യനിങ് ദി സസ്പെക്ട്സ്. നെക്സ്റ്റ് വൺ, ദ അനൗൺസ്മെന്റ് ഓഫ് ദി റിസൾട്ട്സ് ഡാഷ് അവൈറ്റഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടൈപ്പ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ദ അനൗൺസ്മെന്റ് ഓഫ് ദി റിസൾട്ട്സ് ഡാഷ് അവൈറ്റഡ്. വേഗം പറഞ്ഞേ ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചോണം. ആൻസർ ഇസ് ആണ് കേട്ടോ. റീസൺ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു സെന്റൻസിനകത്ത് ഒരു പ്രപ്പോസിഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഇവിടെ ഓഫ് ആണ് നമ്മുടെ പ്രപ്പോസിഷൻ, അതിന് മുമ്പുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? ഒരു പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ആളെ നോക്കണം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ ദ അനൗൺസ്മെന്റ് ആണ്, അനൗൺസ്മെന്റ് അല്ലേ. അപ്പോൾ അത് സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ആൻസർ എസ് ആണ്. അല്ലാണ്ട് റിസൾട്ട്സ് ഉണ്ടല്ലോ, ഇവിടെ എസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആറോ വേറൊന്നും കൊണ്ടുപോയിട്ട് കുത്തിയേക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചേക്കണേ. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ്. ഹാസ് ആണോ, ഹാവ് ആണോ, വേർ ആണോ, ആറാണോ? എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ്. ഇവിടെ എ ഗുഡ് ഡീൽ ഓഫ് അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നുള്ള വാക്കുകൾ വരികയാണെങ്കിൽ അതിന് ശേഷമുള്ള ആളെ നോക്കുക കേട്ടോ. ഗുഡ് ഡീൽ ഓഫ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡീൽ ഓഫ് അങ്ങനെയുള്ള വാക്കുകൾക്ക് ശേഷമുള്ള ആൾ ആരാ നോക്കുക. ആരാ? ഇൻഫോർമേഷൻ ആണ്. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ് കേട്ടോ, അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിളിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ, സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. കിട്ടിയോ? ഇവിടെ നോക്കിയേ, എല്ലാ ഓപ്ഷൻസിനകത്തും ഹാവ് പ്ലൂരൽ, വേർ പ്ലൂരൽ, ആറ് പ്ലൂരൽ. പിന്നെ ഉള്ളത് ഏതാണ്? ഹാസ് ആണ്. ഹാസ് മാത്രമാണ് സിംഗുലർ ആയിട്ട് വരിക. ഓക്കെ, ഗുഡ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഹാസ് ബീൻ കളക്റ്റഡ്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, സ്പോട്ട് ദി എറർ. നൈദർ ഓഫ് ദം ഹാവ് എനി ഐഡിയ ഓഫ് ദി ഇഗ്നറൻസ്. നോ എറർ. ഇതിനകത്ത് എറർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നോ എറർ എന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്താ വരണ്ടേ? നൈദർ ഓഫ് ദമിന് ശേഷം എന്ത് വരണം? ഹാസ് വരണം അല്ലേ, ഹാസ് വരണമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാ? നൈദർ, ഐദർ, ഈച്ച്, സംബടി, എവ്രിബഡി, എനിബഡി, അതുപോലെ തന്നെ നോ വൺ, നൺ. ഇതിനൊക്കെ ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം കേട്ടോ. അതേസമയം നൈദർ നോർ, നൈദർ നോർ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ, നൈദർ നോർ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഒരു സെന്റൻസിനകത്ത് നൈദർ നോർ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള രണ്ടാമത്തെ സബ്ജക്റ്റിനെ വേണം നമ്മൾ, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വെർബ് എടുക്കുക അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇത് രണ്ടും വേറെ വേറെ കേസാണ് കേട്ടോ. നൈദർ ഓഫ് ദം അല്ലെങ്കിൽ ഐദർ, സംബടി, എനി വൺ, നോ വൺ, നൺ ഇതൊക്കെ വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, തെറ്റിക്കേണ്ട. നെക്സ്റ്റ് വൺ ഓഫ് ദി ബാംഗിൾസ് ഡാഷ് റിമൂവ്ഡ് ഫ്രം ദി ബോക്സ്. യെസ് ബാബു, ജിഷ്ണു, അനുജിത്ത്, വിനീത്. യെസ് പ്രവിത. വേഗം പറഞ്ഞേ. വൺ ഓഫ് ദി ബാംഗിൾസ് ഡാഷ് റിമൂവ്ഡ് ഫ്രം ദി ബോക്സ്. ഹാസ് ബീൻ ആണ് അല്ലേ, ഹാസ് ബീൻ ആണ്. ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ദി ബോക്സ്. അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു തന്നിരുന്നു. വൺ ഓഫ് ദ, ഓപ്പൺ ആൻഡ് സേവ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഓപ്പൺ ആൻഡ് സേവ് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഓപ്പൺ ആൻഡ് സേവ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഓ ഉദ്ദേശിച്ചിട്ടുള്ളത് വൺ ഓഫ് ദ വരികയാണെങ്കിൽ പ്ലൂരൽ നൗൺ ആയിരിക്കണം. കണ്ടോ, ബാംഗിൾസ് ആണ്. വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ പ്ലൂരൽ നൗൺ. അതിനുശേഷം എന്ത് വരണം? സിംഗുലർ വെർബ് വരണം. സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? ഹാസ് ആണ് വരിക അല്ലേ. ഹാസ്. ഇവിടെ ഹാവ് ബീൻ പറ്റില്ല, പിന്നെ ഹാസ് ബീൻ. ബാക്കിയെല്ലാം പ്ലൂറലാണ് കേട്ടോ. ആറും വേറും ഒക്കെ പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആൻഡ് സേവ് മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ മാസ് ഉണ്ട്, മാസിന്റെ കോഡ് മറക്കണ്ട. മെനി എ വന്നു കഴിഞ്ഞാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും. നെക്സ്റ്റ് വൺ, എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. വേഗം പറഞ്ഞേ. ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എത്തിയിട്ടോ നമ്മൾ. ഇത്ര നേരം ഏതാ ചെയ്തുകൊണ്ടിരുന്നേ? കോൺകോഡ് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കയറി. വേഗം പറഞ്ഞോളൂ. എവരിബഡി ഹാസ് അറ്റൻഡഡ് ദി കോൺഫറൻസ്. ഡിഡിൻ ദേ ആണോ, ഹാവ് ദേ ആണോ, ഹാസിൻ ദേ ആണോ, ഹാവിൻ ദേ ആണോ?
ഹാവിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നോക്കുക ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അപ്പോൾ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, എവ്രിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്, പോസിറ്റീവ്. അപ്പോൾ ഇവിടെ എന്ത് വരണം, ഇവിടെ നെഗറ്റീവ് വരണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഓപ്ഷൻസ് നോക്കി ഇത് മാറ്റി കേട്ടോ, ഇത് പോസിറ്റീവ് ആണ്. പിന്നെ എന്ത് നോക്കണം, ഇവിടെ വന്നിട്ടുള്ള ഓക്സിലറി വെർബ് നോക്കുക. അപ്പോൾ ഹാസ് ആണ്, അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഞാൻ എന്ത് ചേർക്കണം, ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് പിന്നെ ദേ എന്ന് എഴുതണം അല്ലേ. ഓക്കെ, പക്ഷെ ഹാസും ദേ നമ്മൾ പറയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാവ് ഇൻ ദേ എന്നുള്ള ആൻസറിലേക്ക് എത്തണം. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ആൻസർ വെരി ഗുഡ്, ഹാസ് ഇൻ ഷീ ആണ് അല്ലേ. ഹാസ് ഇൻ ഷീ ആണ്. കാരണം എന്താ, ഈ ഹാസ്, ഹാവ്, ഹാഡ് അതിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്യണം, ഈ കൊടുത്തിട്ടുള്ള ഹാസിനെ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ആക്കണമല്ലോ, അപ്പോൾ ഒരു നോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് പറയാം കേട്ടോ. അപ്പോൾ ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, ഹാസ് ഇൻ ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സപ്പോസ് എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, ഷീ ഹാസ് എ കാർ, ഷീ ഹാസ് എ കാർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ എന്ത് വരും ക്വസ്റ്റ്യൻ ടാഗായിട്ട്, നമ്മുടെ PSCയുടെ ആൻസർ കീ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് മൊത്തം. ഷീ ഹാസ് എ കാർ, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് എന്ത് വരും, ഷീ ഹാസ് എ കാർ ആണ്. ഹാസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്, സോ ഹാസ് ഇൻ ഷീ ആണ്. എന്താ വരണ്ടേ, ഹാസ് ഇൻ ഷീ. ഓക്കെ, ഹാസ് ഇൻ ഷീ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പൊസഷൻ എന്നുള്ള രീതിയിൽ അവൾക്കൊരു കാർ ഉണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു, ഷീ ഹാഡ് എ കാർ അല്ലെങ്കിൽ ഷീ ഹാസ് എ കാർ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊസഷൻ, അവൾ അതിൻ്റെ ഉടമ എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള ഹാസിനെ ജസ്റ്റ് ഒരു നോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ ഹാസ് ഇൻ ഷീ. ഓക്കെ, സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഷീ ഹാഡ് ഹെർ ഫുഡ്, ഷീ ഹാഡ് ഹെർ ഫുഡ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരിക, ഷീ ഹാഡ് ഹെർ ഫുഡ്. ഡസൻ ഷീ അല്ല. യെസ് ഷമാസ്, നമ്മുടെ PSCയുടെ ആൻസർ കീ വെച്ചിട്ട് ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. ബാക്കിയുള്ള എക്സാംസിലല്ല, PSCയുടെ ആൻസർ കീ വെച്ചിട്ട് ഇതാണ് ആൻസർ, ഹാസ് ഇൻ ഷീ. യെസ്, ഷീ ഹാഡ് ഹെർ ഫുഡ്. ഇതിനകത്ത് എന്താ വരിക ആൻസർ, വെരി ഗുഡ്. ഇവിടുത്തെ ആൻസർ വരേണ്ടത് ഡിഡിൻ ഷീ ആണ്, ഡിഡിൻ ഷീ. റീസൺ എന്താ, ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഹാഡ് പൊസഷനാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവൾക്ക് ഫുഡ് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു പൊസഷൻ രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത്, അല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഹാഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഡിഡ് കൂട്ടിയിട്ട് പറയാം അല്ലേ. ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, അപ്പോൾ ഈ ഒരു ഭാഗം നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡിഡിൻ ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടിയോ, ക്ലിയർ ആണോ? അപ്പോൾ പൊസഷൻ വരുന്ന കേസിൽ ഇപ്പോൾ ഹാസ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഹാസിൻ്റെ ചേർത്തിട്ട് പറയാം, അല്ലെങ്കിൽ ഇവിടെ ഹാസിൻ്റെ ആണെങ്കിൽ ഇവിടെ ഹാസ് ആക്കുക, അങ്ങനെ. അതേസമയം പൊസഷൻ അല്ലാത്ത കേസ് വരുന്ന സമയത്ത് ഹാഡ് ആണെങ്കിൽ ഡിഡ് ആക്കിയിട്ട് പറയാം. ഓക്കെ, കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി ഈ ഒരു കേസ് നിങ്ങൾ നോക്കി, അപ്പോൾ നമ്മൾ രണ്ട് കേസ് ഇവിടെ പഠിച്ചു, രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഇനി ഇവിടെ നോക്കിയേ, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഇവിടെ നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പൊസഷനാണോ അല്ലെങ്കിൽ വെർബാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഹാസിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഹാസിനെ നോട്ട് ചേർത്തിട്ടങ്ങ് പറഞ്ഞേക്കുക. 3 കാര്യങ്ങൾ പഠിച്ചോ, ഒന്ന് പൊസഷൻ, ഒന്ന് മെയിൻ വെർബ്, ഒന്ന് ഈ പറഞ്ഞ പോലെ ഹാസിന് ശേഷം അല്ലെങ്കിൽ ഹാഡിന് ശേഷം V3 ഫോം ആണെങ്കിൽ അത് അതേപോലെ തന്നെ നോട്ട് ചേർത്ത് പറഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ ഷീ ഹാസ് എ കാർ, ഞാനിവിടെ പറഞ്ഞു ഹാസ് ഇൻ ഷീ എന്നുള്ളത്, ഇത് നമ്മുടെ PSCയുടെ ആൻസർ കീ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ എക്സാംസിന് അത് ഡിഫർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ തിങ്ക് ഐ ആം റൈറ്റ്. പറഞ്ഞോളൂ, ഐ തിങ്ക് ഐ ആം റൈറ്റ്. ആറിഞ്ചായി, ആമിഞ്ചായി, ഡസിഞ്ചായി, ഡോണ്ട് ഐ. നമ്മൾ ആമിൻ്റെ എന്നൊന്നും പറയില്ല കേട്ടോ, അത് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കല്ല, ആറിൻ്റെ ആണ്. കാരണം ഐ തിങ്കിന് ശേഷം ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. അപ്പോൾ ഐയും അല്ലെങ്കിൽ വിയും ഉള്ള വാക്കുകളാണെങ്കിൽ ഈ ദാറ്റിന് മുമ്പുള്ള ഭാഗം നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യുക, പിന്നെ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. ഐ ആം റൈറ്റ് എന്ന് പറയുമ്പോൾ ആമിൻ്റെ ഐ യൂസ് ചെയ്യില്ല, പകരം ആറിൻ്റെ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹാവ് സം മോർ റൈസ്. ഡോണ്ട് യു ആണോ, വുഡിൻറ്റ് യു ആണോ, ഹാവിൻറ്റ് യു ആണോ, വോണ്ട് യു ആണോ? ഹാവ് സം മോർ റൈസ്. വോണ്ട് യു ആണോ, വോണ്ട് യു ആണ്. ഓക്കെ, വോണ്ട് യു. റീസൺ എന്താ, ഈ ഹാവ് എന്ന് കാണുമ്പോൾ മറ്റേ ഹാവ് ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ നേരത്തെ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹാവ് അല്ല കേട്ടോ. ഇതിന്റെ അർത്ഥം എന്താ, ഹാവ് സം മോർ റൈസ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് വിത്ത് എ വെർബ് അല്ലെ, ഒരു വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡ് ആണ് അല്ലെ. അവിടെ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ വിൽ യു യൂസ് ചെയ്യും, അല്ലെങ്കിൽ കാണ്ട് യു യൂസ് ചെയ്യും, അല്ലെങ്കിൽ വോണ്ട് യു യൂസ് ചെയ്യും. ഈ കൊടുത്തുള്ള ഓപ്ഷനകത്ത് അത് മാത്രമേ ഉള്ളൂ, വോണ്ട് യു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടിയ ആൻസർ വോണ്ട് യു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക, ഹാവ് വരുമ്പോഴത്തെ കേസുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നേരത്തെ നമ്മൾ ഈ ഹാസ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് സോർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഡാഷ് ലേഡി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്ട് തീർത്തിരിക്കുകയാണ്. അടുത്തത് ആർട്ടിക്കിൾസിലേക്ക് കയറിയേക്കാണ് കേട്ടോ. ഡാഷ് ലേഡി ഇൻ യെല്ലോ സാരി ഈസ് മൈ സിസ്റ്റർ. വേഗം പറഞ്ഞേ, എ ആൻഡ് ദ ദീസ്.
ദ തന്നെയാണ്. കാരണം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സാരി എടുത്ത് നിൽക്കുന്നതല്ല എൻ്റെ സിസ്റ്റർ, യെല്ലോ സാരി എടുത്തിട്ടുള്ള ലേഡിയാണ് എൻ്റെ സിസ്റ്റർ അല്ലേ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ആൻസർ എന്താണ്? ദയാണ്. ഓക്കെ, ദ ലേഡി ഇൻ യെല്ലോ സാരി ഈസ് മൈ സിസ്റ്റർ. നെക്സ്റ്റ് വൺ, ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. വെരി ഗുഡ്, ദ സ്പാനിഷ് ആണ് കേട്ടോ. റീസൺ ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്കിവിടെ ഒരു 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാണ് ഇംഗ്ലീഷ് is a universal language. Okay, English is a universal language എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിനു മുമ്പിൽ നമ്മൾ സാധാരണ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ, കാരണം ഇംഗ്ലീഷാണ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ സപ്പോസ് ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് ഉണ്ടോ? ഞാൻ എഴുതുമ്പോഴൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ദ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്നുള്ളൊരു മീനിങ്ങാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുന്ന കേസിന് മുമ്പിലാണ് നമ്മൾ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ സ്പാനിഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്നുള്ള മീനിങ്ങിൽ വരുമ്പോഴാണ് നമ്മൾ അതിന് മുമ്പിൽ എന്ത് യൂസ് ചെയ്യുന്നത്? ദ യൂസ് ചെയ്യുക. അല്ലാണ്ട് വെറുതെ ഇംഗ്ലീഷ് ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇംഗ്ലീഷുകാർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്താ വരണ്ടേ? ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള വാക്കുണ്ടെങ്കിൽ, ഇംഗ്ലീഷിന് ശേഷം ലാംഗ്വേജ് എന്നുള്ള വാക്കുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ എന്ന് പറഞ്ഞുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. പിന്നെ വെറുതെ ഇംഗ്ലീഷ് ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ വരികയാണെങ്കിൽ അതിന് മുമ്പിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടിയോ? 3 പോയിന്റ്സ് കിട്ടിയോ? ഒരുമിച്ച് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ, ഡാഷ് ബൈബിൾ ഇസ് എ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ, ആൻ ആണോ, എ ആണോ? വെരി ഗുഡ്. ദ ആണ്. ദ ബൈബിൾ ഇസ് എ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. കാരണം എന്താ? നമ്മൾ ഹോളി ബുക്സ് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബുക്സിനൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും അല്ലേ. ഇനി അതേപോലെ സപ്പോസ് വാൽമീകീസ് രാമായണ. ഓക്കെ, വാൽമീകീസ് രാമായണ എനിക്ക് എഴുതുമ്പോൾ ഒരു ട്രബിൾ ഉണ്ട് കേട്ടോ, ലാഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, അതായത് വെറുതെ രാമായണയല്ല, ഈ ഓതറിൻ്റെ പേര് ഈ ബുക്കിന് മുമ്പിലുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നോ ആർട്ടിക്കിൾ ആണോ? ഒന്ന് വേഗം പറഞ്ഞു തന്നെ. സപ്പോസ് ഓതറിൻ്റെ പേര് ബുക്കിന് മുമ്പിലുണ്ടെങ്കിൽ അവിടെ വാട്ട് ഇസ് എ ഡിഫറൻസ്? അവിടെ എന്താ പറ്റുക? അവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി കേട്ടോ. അതായത് വാൽമീകീസ് രാമായണം എന്ന് പറയുമ്പോൾ തന്നെ അത് അത്യാവശ്യം കുറച്ച് വലുതാണ് അല്ലേ. പിന്നെ അതിന് മുമ്പിൽ നമ്മളൊരു ദയും കൂടെ ചേർത്ത് കുറച്ചും കൂടെ വലുതാക്കണ്ട എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഓതറിൻ്റെ പേര് ഫ്രണ്ടിലുണ്ടെങ്കിൽ ഒന്നും ചേർക്കണ്ട. അതേസമയം ബുക്സ് ഫേമസ് ആയിട്ടുള്ള ബുക്സും അതുപോലെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ചേർക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഇഞ്ചേർഡ് പീപ്പിൾ വർ റഷ് ടു ഡാഷ് ഹോസ്പിറ്റൽ ഫ്രം ദി സ്പോട്ട് ഓഫ് ദി ആക്സിഡൻറ്റ്. വെരി ഗുഡ് ശാലിനി, വെരി ഗുഡ്. സഞ്ജയ്, കനക, അഫ്സൽ, പത്മ, അമലു, പ്രസീദ് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. യെസ്, എവിടെയാണ്? ദ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓതറിൻ്റെ പേര് ബുക്കിന് മുമ്പിലുണ്ടെങ്കിൽ ദ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളാണ് കേട്ടോ. വർ റഷ്ഡ്, ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല, ഇവിടെ നോ ആർട്ടിക്കിൾ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദ ഇഞ്ചേർഡ് പീപ്പിൾ വർ റഷ് ടു ഹോസ്പിറ്റൽ ഫ്രം ദി സ്പോട്ട് ഓഫ് ദി ആക്സിഡൻറ്റ്. ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? എന്തുകൊണ്ടാണ് നമ്മളിവിടെ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്ഥലത്ത് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ ഇസ് നോ ആർട്ടിക്കിൾ. കിട്ടിയോ? ക്ലിയർ ആണോ? ഇപ്പോൾ സപ്പോസ് ഹീ വെൻറ്റ് ടു, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഹീ വെൻറ്റ് ടു ഡാഷ് സ്കൂൾ ടു ഗെറ്റ് ഹിസ് സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ്. പറഞ്ഞോളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പ്രൈമറി പർപ്പസിനാണല്ലോ, ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദാറ്റ് മീൻസ് അതിന് പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സപ്പോസ് ഇഞ്ചേർഡ് ആയിട്ടുള്ള പീപ്പിൾ അവരെ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് ടു വിസിറ്റ് മൈ അങ്കിൾ ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ അതൊരു പ്രൈമറി പർപ്പസ് അല്ല. അപ്പോൾ അവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. യെസ്, ആൻസർ ഹി വെൻറ്റ് ടു ദ സ്കൂൾ ടു ഗെറ്റ് ഹിസ് സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ്. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു പ്രൈമറി പർപ്പസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ കാര്യം. കിട്ടിയോ? ക്ലിയർ ആണോ?
അപ്പോൾ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നത്. ഇപ്പം ഞാൻ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഓക്കെ, പ്രൈമറി പർപ്പസ് ആണ്, ഞാൻ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ഞാൻ പള്ളിയിൽ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പ്രൈമറി പർപ്പസ് അല്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഹീ സ്പീക്സ് ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻലി. യെസ് ശാലിനി, അല്ല ഞാൻ പൊതുവേ പറഞ്ഞാണ് കേട്ടോ, ശാലിനിയുടെ കണ്ടിട്ട് പറഞ്ഞതല്ല. ഇവിടെ എനിക്ക് കമൻസ് അങ്ങനെ അധികം വായിക്കാൻ പറ്റുന്നില്ല, നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. യെസ്, ഹീ സ്പീക്സ് ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻലി. എ ആണോ, ദ ആണോ, ആനാണോ, നോ ആർട്ടിക്കിൾ ആണോ? യെസ്, വേഗം പറഞ്ഞോളൂ. ആൻസർ യെസ്, ഇറ്റ് ഈസ് ദ ആണ് അല്ലേ. ഹീ സ്പീക്സ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻലി. കാരണം ലാംഗ്വേജ്, ഇംഗ്ലീഷിന് ശേഷം ലാംഗ്വേജ് എന്നുള്ള വാക്ക് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. വീഡിയോ ക്ലിയർ അല്ല? ഓക്കെ ഓക്കെ. അപ്പോൾ വെറുതെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്, അതിന് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. ഇംഗ്ലീഷുകാരൻ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ദ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയണം. അതേപോലെ ഇംഗ്ലീഷിന് ശേഷം ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. Gold is dash precious metal. Gold is dash precious metal. The ആണോ, എ ആണോ, ആൻ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? Gold is dash precious metal. യെസ് രശ്മി, അരുൺ, നിഷ. എനിക്ക് കമൻസ് ഒക്കെ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, എല്ലാവരുടെയും കമൻസ് ഞാൻ കാണുന്നുണ്ട്. വേഗം പറഞ്ഞോ. ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ അല്ലേ. ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ. ഇവിടെ എന്താ പറയുക, പ്രഷ്യസ് അല്ല, അപ്പോൾ അവിടെ നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് പ്രഷ്യസ്, ഐ മീൻ എ പ്രഷ്യസ്. പിന്നെ ഇനി എപ്പോഴാണ് നിങ്ങൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടാത്ത വരുന്ന? എപ്പോഴാണ്? ഈ ഗോൾഡിന് മുമ്പാണ് ഡാഷ് വരണമെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗോൾഡ്, സിൽവർ അതിന് മുമ്പിലൊന്നും ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്തത് കേട്ടോ. അല്ലാണ്ട് ഗോൾഡ് ഡാഷ് പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ വേണം നോക്കാൻ. ഓക്കെ, പ്രഷ്യസ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ. ഇനി ഡാഷ് ഗോൾഡ് ചെയിൻ ഹി ബോട്ട് ഫോർ ഹിസ് വൈഫ് ഇസ് ഗുഡ് വൺ. പറഞ്ഞോളൂ. ഡാഷ് ഗോൾഡ് ചെയിൻ ഹി ബോട്ട് ഫോർ ഹിസ് വൈഫ് ഇസ് ഗുഡ് വൺ. എ ആൻഡ് ദ, നോ ആർട്ടിക്കിൾ. ആൻസർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അവൻ്റെ വൈഫിന് വേണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഗോൾഡ് ചെയിൻ. സോ ദാറ്റ് ഇസ് ദ അല്ലേ. ദ ഗോൾഡ് ചെയിൻ ഹി ബോട്ട് ഫോർ ഹിസ് വൈഫ് ഇസ് ഗുഡ് വൺ. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. ഡാഷ് ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ഡാഷ് ബേ ഓഫ് ബംഗാൾ. ആൻസർ ദ ആണോ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, രണ്ടും ദയാണ് വരിക. റീസൺ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഐലൻഡ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസ്, അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ദ ആൻഡമാൻസ്, അതുപോലെ തന്നെ ഈ സീയുടെ മുമ്പിലും ഓഷൻസിൻ്റെ മുമ്പിലുമൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യും. അതേസമയം ഇപ്പോൾ ലേക്ക് ആണെങ്കിൽ ലേക്കിന് മുമ്പിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഇത്രയും ഓർത്താൽ മതി. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ടെങ്കിൽ ഐലൻഡ്സിനൊക്കെ കൂടെ ഒരു ചരടിൽ കെട്ടണം എന്ന് വിചാരിച്ചോ, വെറുതെ അതിനൊരു ഗ്രൂപ്പാക്കി എടുക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദ വേണം. ഇതൊരു ചരട് പോലെ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യണം, ദ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി സപ്പോസ് ഹിമാലയാസ് എന്നാണ് ഞാൻ പറയണതെന്ന് വിചാരിച്ചോളൂ കേട്ടോ. എന്ത് ഹിമാലയാസ് ആണ്? അത് എഴുതാൻ പറ്റുന്നില്ല, എന്തൊരു പ്രോബ്ലം ഉണ്ട്. ഡാഷ് ഹിമാലയാസ്. ദ ഹിമാലയാസ് ആണോ, അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല? എന്താ വരണ്ടേ? ഡാഷ് ഹിമാലയാസ്. ആർട്ടിക്കിൾ വേണോ അല്ലെങ്കിൽ വേണ്ടേ? വെരി ഗുഡ്, ദ ഹിമാലയാസ് അല്ലേ. കാരണം ഹിമാലയാസ് അതൊരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ദളാണ്. അപ്പം അതേസമയം ഞാനിപ്പോൾ എവറസ്റ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എവറസ്റ്റ്. ഓക്കെ, എവറസ്റ്റ് ആണെങ്കിൽ അതിന് മുമ്പിൽ ഞാൻ എന്ത് യൂസ് ചെയ്യണം? ദ എവറസ്റ്റ് എന്ന് പറയുമോ? ഇല്ല, കാരണം അത് ഒറ്റൊരു പീക്കാണ് അല്ലേ. അപ്പോൾ ഒറ്റ ഒരു മൗണ്ടൻ പീക്ക് ആണെങ്കിൽ അതിന് മുമ്പിൽ ഞാൻ അവിടെ ദ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ദ ചേർക്കണം. അതേസമയം ഇപ്പോൾ ആനമുടി അല്ലെങ്കിൽ എവറസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സിംഗിൾ പീക്കാണ്. അപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സീക്ക് മുമ്പിൽ ഓഷന് മുമ്പിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അതേസമയം ലേക്കിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹി വർക്ക്സ് ആസ് എൻ LDC ക്ലർക്ക് ഇൻ ഡാഷ് കേരള യൂണിവേഴ്സിറ്റി. നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ, നോ ആർട്ടിക്കിൾ ആണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിന് ശേഷം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പേരിന് ശേഷം, ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു പേരിന് ശേഷം യൂണിവേഴ്സിറ്റി ഒക്കെ വരികയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഞാനിവിടെ എഴുതാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്, അതുകൊണ്ട് എഴുതാത്തത് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണെന്ന് വിചാരിച്ചോ.
ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പിൽ ദ ചേർക്കണം. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതേസമയം കേരള യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ യൂണിവേഴ്സിറ്റി ആദ്യം വരികയാണെന്ന് വിചാരിച്ചോ, ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണെങ്കിൽ യു ഹാവ് ടു യൂസ് ആർട്ടിക്കിൾ, ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കാട്ടോ, തെറ്റാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാ, ഡാഷ് വാൽമീകീസ് രാമായണ ഇസ് എ ഹോളി ബുക്ക് ഓഫ് ഹിന്ദുസ്. വേഗം പറഞ്ഞേ. ഡാഷ് വാൽമീകീസ് രാമായണ ഇസ് എ ഹോളി ബുക്ക് ഓഫ് ഹിന്ദുസ്. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ നോ ആർട്ടിക്കിൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ആർട്ടിക്കിൾ ഒന്നും ആവശ്യമില്ല. കാരണം രാമായണം മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ദ ചേർക്കുമായിരുന്നു, അല്ലെങ്കിൽ ദ ഖുറാൻ, ദ രാമായണ, ദ മഹാഭാരത, ദ ബൈബിൾ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഓദറിന്റെ പേര് ബുക്കിന് മുമ്പിലുണ്ടെങ്കിൽ ഓൾറെഡി നല്ല വലുപ്പമുണ്ടെന്ന് ആലോചിക്കും. ഇനി അതിന് മുമ്പിൽ ഒരു ദ ചേർത്തിട്ട് കുറച്ചും കൂടെ ആക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. യെസ്, അപ്പോൾ നോ ആർട്ടിക്കിൾ ആണ്. ഡാഷ് വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. വേഗം പറഞ്ഞേ. യെസ് നിക്കിത, വടക്കൻ, അഫ്സൽ, യു ടേൺ, ജിനീഷ്, വന്ദന. ഡാഷ് വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. സ്പീഡിൽ പറഞ്ഞു. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? യെസ്, വേണ്ട ആർട്ടിക്കിൾ ഒന്നും വേണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. ആർട്ടിക്കിളൊന്നും ആവശ്യമില്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിന് നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പോൾ എണ്ണാൻ പറ്റുന്ന കേസുകളാണ് നമ്മൾ എയും ആനൊക്കെ യൂസ് ചെയ്യുക അല്ലേ, ഒരു എന്നുള്ളൊരു മീനിങ് വരുന്ന കേസ്. പക്ഷേ ഇവിടെ വാട്ടർ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയും ആനും പറ്റില്ല. പിന്നെ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ നോ ആർട്ടിക്കിൾ. നെക്സ്റ്റ് വൺ, ബൈ ദ ടൈം ദ പ്രസിഡന്റ് കെയിം ഡാഷ്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ ഒരുവിധം ഓടിച്ച് തീർത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ടെൻസിലേക്കാണ് കയറിയേക്കുന്നത് കേട്ടോ. ടെൻസ്. യെസ്, ബൈ ദ ടൈം ദ പ്രസിഡന്റ് കെയിം. ആൻസർ എന്താ? പറഞ്ഞേ. ബൈ ദ ടൈം ദ പ്രസിഡന്റ് കെയിം. ടെൻസ് വരുമ്പോഴാണ് ഇത്തിരി സ്ലോ ആവുന്നത് അല്ലേ? ബി സി ഒക്കെ കാണുന്നുണ്ട്. പ്രസിഡന്റ് വന്നപ്പോഴേക്കും, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്രസിഡന്റ് വന്നപ്പോഴേക്കും ഇനോഗ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബൈ ദ ടൈം ദ പ്രസിഡന്റ് കെയിം. അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇനോഗ്രേഷൻ നടന്നു. ആദ്യം ഇനോഗ്രേഷൻ നടന്നതിന് ശേഷമാണ് അവിടെ പ്രസിഡന്റ് വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നടക്കുന്ന കേസിൽ ഇപ്പോൾ ഒരു സെന്റൻസിനകത്ത് രണ്ട് ഭാഗമുണ്ട്. അതിലൊരെണ്ണം നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ മുമ്പ് നടക്കുന്ന കാര്യമാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 ഫോം. ഹാഡിന് ശേഷം V3 എന്ന് പറഞ്ഞാൽ ബിയുടെ V3 ഫോമാണ് ബീൻ എന്ന് പറയുന്നത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേറാണ്. കിട്ടിയോ? അപ്പോൾ ആദ്യം എന്താ നടന്നത്? ഇനോഗ്രേഷൻ നടന്നു. അതിന് ശേഷമാണ് പ്രസിഡന്റ് എത്തിയത്. ബൈ ദ ടൈം ദ പ്രസിഡന്റ് കെയിം ദ ഇനോഗ്രേഷൻ ഹാഡ് ഓൾറെഡി ബീൻ സ്റ്റാർട്ടഡ്. ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോട്ടോ. അതായത് വെൻ ദ പ്രസിഡന്റ് കെയിം ദ ഇനോഗ്രേഷൻ എങ്ങനെ വരും? സ്റ്റാർട്ടഡ് ആണോ, ഹാഡ് സ്റ്റാർട്ടഡ് ആണോ? ഐ മീൻ ഇനോഗ്രേഷൻ ഹാഡ് സ്റ്റാർട്ടഡ് ആണോ അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ആണോ? എന്താ പറയുക? വെൻ ദ പ്രസിഡന്റ് കെയിം. ബൈ ദ ടൈം അല്ല. സപ്പോസ് ക്വസ്റ്റ്യൻ വെൻ ദ പ്രസിഡന്റ് കെയിം ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന കേസാണെങ്കിൽ, രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കേസാണെങ്കിൽ രണ്ടും ഒരേ ടെൻസിലായിരിക്കും കേട്ടോ. അപ്പോൾ വെൻ ദ പ്രസിഡന്റ് കെയിം, അതായത് പ്രസിഡന്റ് വന്നാൽ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ രണ്ടും ഒരേ ടെൻസ് ആയിരിക്കണം. അവിടെ ആൻസർ സ്റ്റാർട്ടഡ് ആയിരിക്കും. കിട്ടിയോ? ക്ലിയർ ആണോ? ഇവിടെ ഈ ബൈ ദ ടൈം വന്നതുകൊണ്ടാണ് പ്രസിഡന്റ് എത്തിയപ്പോഴേക്കും ഫംഗ്ഷൻ തുടങ്ങിയിരുന്നു എന്നുള്ളൊരു മീനിങ്ങിലേക്ക് എത്തിയ കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. തെറ്റിക്കില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? യെസ്, വേറൊരു എക്സാമ്പിൾ പറയാം. വെൻ ദി ഷോട്ട് ബ്രോക്ക് ദ ബേർഡ്സ് ഫ്ലൂ. വെടി വെച്ചപ്പോൾ തന്നെ ബേർഡ്സ് പറന്നുപോയി. വെൻ ദ ഷോട്ട് ബ്രോക്ക് ആണ്, ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ബ്രോക്ക്. അപ്പോൾ ബേർഡ്സ് എന്താ വരണ്ടേ? V2 ഫോം, സെയിം ഫോം തന്നെ വരണം അല്ലേ? സെയിം ടെൻസ് തന്നെ വരണം. അപ്പോൾ അവിടെ ഫ്ലൈയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഫ്ലൂ വരും. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആവണം എന്നില്ല കേട്ടോ, രണ്ടും ഒരേ ടെൻസ് ആവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, സൈമിൾട്ടേനിയസ് ആയിട്ട് വരികയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ പറഞ്ഞേ. ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. വെന്ന് വരുമ്പോഴാണ് ഒരേ സമയം. വെൻ ദ പ്രസിഡന്റ് അല്ലെങ്കിൽ വെൻ ദ ഷോട്ട് ബ്രോക്ക് ദ ബേർഡ്സ് ഫ്ലൂ അങ്ങനെ വരുമ്പോൾ കേട്ടോ. യെസ്. എന്താണ് ഇവിടെ നോക്കണ്ടേ? ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ
മീറ്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പം മെറ്റാണ് ഇവിടെ വരിക. അതായത് ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ കാര്യം എങ്ങനെയായിരിക്കും വരിക? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ആ നടന്നുകൊണ്ടേയിരുന്ന കാര്യം ഏത് ടെൻസിലായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിപ്പിച്ച് PSCയുടെ ചോദ്യ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ഷീ യൂഷ്വലി സിങ്സ് ക്ലാസിക്കൽ സോങ്സ് ബട്ട് ടുഡേ ഷീ ഡാഷ് എ ഫിലിം സോങ്. അവൾ സാധാരണ ക്ലാസിക്കൽ സോങ്സ് ഒക്കെയാണ് പാടാറുള്ളത്, പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് അവൾ ഷീ ഡാഷ് എ ഫിലിം സോങ്. പറഞ്ഞേ, സാധാരണ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പറഞ്ഞുതരൂ. ഇറ്റ് ഇസ് യെസ്, എസ് സിംഗിങ് ആണ് അല്ലേ. എസ് സിംഗിങ് ആണ്. സാധാരണ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം നടക്കുകയാണെങ്കിൽ അത് ഏത് ടെൻസിലായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. വാസ് സിംഗിങ് എന്തായാലും വരില്ല, കാരണം ഇവിടെ സിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സിംഗിങ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം, അതായത് ഇവിടെ യൂഷ്വലി കണ്ടല്ലോ. അപ്പോൾ യൂഷ്വലി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒക്കെ അല്ലേ യൂസ് ചെയ്യാന്ന് പലരും വിചാരിക്കാം. അത് കറക്റ്റാണ്. യൂഷ്വലിക്ക് ശേഷം നമ്മളിത് ഇവിടെ സിങ്സ് ആണ് യൂസ് ചെയ്തിട്ടില്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗം കണ്ടോ? ബട്ട് ടുഡേ ഷീ ഡാഷ്. ഇങ്ങനെ വരുന്ന രണ്ടാമത്തെ ഭാഗത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള വ്യത്യാസം വരിക കേട്ടോ. ക്ലിയർ ആണോ? അപ്പോൾ യൂഷ്വലിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. പക്ഷേ സാധാരണ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അത് നമ്മൾ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഓക്കെ, കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? പോസ് വരേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ സിങ്സ് ആണ് കേട്ടോ, പ്രസന്റ് ടെൻസ് ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നെക്സ്റ്റ് വൺ, വി ഡാഷ് ഇൻ ദി ഹൗസ് ഫോർ ദ പാസ്റ്റ് 10 years. ആൻസർ പറഞ്ഞോളൂ. യെസ്, അസ്ലാം, അനുജിത്, സഫീൽ, ആകാശ്, വിജൻ. We dash in the house for the past 10 years. Comments വന്നോട്ടെ. Have been living, had been living, will be living, are living. Answer. Very good. ഇനി തെറ്റിക്കില്ല അല്ലേ? തെറ്റിക്കോ? ഇല്ലല്ലോ. യെസ്, മെജോറിറ്റി ശരിയാക്കിയിട്ടുണ്ട്. It is we have been living അല്ല, we have been living in the house for the past 10 years. അപ്പോൾ പാസ്റ്റ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് എന്തിലേക്ക് പോകരുത്? പാസ്റ്റ് ടെൻസിലേക്ക് പോകരുത്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അർത്ഥം? എന്താ? പാസ്റ്റിലൊരു കാര്യം തുടങ്ങിയിട്ട് പ്രസന്റിലും ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. പ്രസന്റിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ഏത് ടെൻസിലായിരിക്കും പറയുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും പറയുക കേട്ടോ. ഓക്കെ, സോ വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദി ഹൗസ് ഫോർ ദി പാസ്റ്റ് 10 years. കിട്ടിയോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. പറഞ്ഞോ, വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. ആൻസർ. വെരി ഗുഡ് ജോൺ, അജയ്, അനുജിത്ത്, മീനാക്ഷി, ആദർശ്, അനു, ലിജിൻ, ഫസീന, ദൃശ്യ, വിജിൻ. യെസ്, വി ഹാവ് നോൺ ഈച്ച് അതർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സിൻസ് അല്ലെങ്കിൽ ഫോർ കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. പക്ഷേ ഈ നോൻ്റെ ഒപ്പം നമ്മൾ ING കൂട്ടിയിട്ട് പറയാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് ബീൻ നോയിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കാതിരുന്നത്. നമ്മുടെ ആൻസർ ഹാവ് നോൺ. വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ 5 years. ഓക്കെ, നെക്സ്റ്റ് വൺ, നോ ലെറ്റേഴ്സ് ഡാഷ് ബൈ ദ പോസ്റ്റ്മാൻ ദ ഈവനിങ്. ദിസ് ഈവനിങ്. No letters dashed by the postman this evening. Answer. Have been delivered, has been delivered, is delivered, was delivered. No letters dashed by the postman this evening. Answer പോന്നോട്ടെ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ. ഇതൊരു പ്രാവശ്യം ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഒരു ക്ലൂ തരാം, തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്ലൂ തരാം. ഈ ഓപ്ഷൻ നോക്കിയിട്ട് അതിനകത്ത് ഓഡ് മാൻ ഔട്ട് എടുത്താലും മതി, അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ നോക്കുക, ഓഡ് മാൻ ഔട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പറഞ്ഞേ. ആൻസർ യെസ്, ഇറ്റ് ഈസ് ഹാവ് ബീൻ ഡെലിവേർഡ്. നോ ലെറ്റേഴ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ബൈ ദ പോസ്റ്റ്മാൻ ദിസ് ഈവനിങ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് നോക്കാം. ഹാവ് പ്ലൂറൽ, ഹാസ് സിംഗുലർ, ഇസ് സിംഗുലർ, വാസ് സിംഗുലർ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഹാവ് മാത്രമാണ് പ്ലൂറലായിട്ട് വന്നിട്ടില്ല, ബാക്കി 3 കേസുകളും സിംഗുലർ ആണ്. ഇനി നമ്മളെങ്ങനെ ആൻസറിലേക്ക് എത്തുന്നത്? ബൈ ദ പോസ്റ്റ്മാൻ ദിസ് ഈവനിങ്. ബൈ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ബൈ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക് ആൻസർ ചെയ്യുന്നത്? പാസീവ് ആണ് അല്ലേ. പാസീവ് വോയിസ് ആണ്. നോ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സുകൾ ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ്ങാണ്.
അല്ലാണ്ട് ഈ ലെറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ ഹാവ് യൂസ് ചെയ്യണം കേട്ടോ, ഹാവ് യൂസ് ചെയ്യണം. അല്ലാണ്ട് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ എടുത്തേക്കരുത്. നോ ലെറ്റേഴ്സ്, ഈ ലെറ്റേഴ്സ് തന്നെ കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ലെറ്റേഴ്സ് ഇറ്റ് ഇസ് പ്ലൂറൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം. ഓക്കെ, തെറ്റിക്കരുത്, ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, വെൻ ദ മിനിസ്റ്റർ ഡാഷ് ദ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്, പറഞ്ഞേ. വെൻ ദ മിനിസ്റ്റർ ഡാഷ് ദ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. പോരട്ടെ, അറൈവ് ആണോ, അറൈവ്സ് ആണോ, അറൈവ്ഡ് ആണോ, ഹാഡ് അറൈവ്ഡ് ആണോ? എല്ലാവരും കമൻറ്റ് ചെയ്യും, എല്ലാവരും സ്പീഡിൽ. സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒരേ ടെൻസിലായിരിക്കും അല്ലേ? സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒരേ ടെൻസിലായിരിക്കും. മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടഡ്, V2 ഫോം, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഇറ്റ് വിൽ ബി അറൈവ്ഡ് അല്ലേ? അറൈവ്ഡ് ആണ്. മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കിട്ടിയോ? അപ്പോൾ വെന്നിൻ്റെ മീനിങ് മനസ്സിലായോ? മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ, വെൻ. ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? മിനിസ്റ്റർ എത്തിയ ആ സമയത്തിനേക്കാൾ മുമ്പ് തന്നെ അവിടെ പരിപാടി തുടങ്ങി എന്നുള്ളൊരു മീനിങ് ആണ് ബൈ ദ ടൈം എന്ന് വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഒരേ ടെൻസ് ആയിരിക്കണം, കാരണം സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇത് നടന്നിട്ട് ഫംഗ്ഷൻ തുടങ്ങിയിട്ടല്ല മിനിസ്റ്റർ എത്തിയേ. കിട്ടിയോ? ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ രണ്ട് കേസുകൾ തമ്മിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു എന്ന് വരികയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ആദ്യം ട്രെയിൻ പോയി, അതിനുശേഷമാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ ആദ്യം നടന്നിട്ടുള്ള കാര്യം എന്തിലായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം ഏത് ടെൻസിലായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അത് ഒരു കേസ്. ഈ കേസ് നോക്കിയേ, ഇവിടെ വെൻ ദ മിനിസ്റ്റർ അറൈവ്ഡ് ദ ഫംഗ്ഷൻ, അല്ലെങ്കിൽ വെൻ ദ മിനിസ്റ്റർ ഡാഷ് ദ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. വെൻ ദ മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ ഫംഗ്ഷൻ തുടങ്ങിയിരുന്നു അല്ലേ? അപ്പോൾ രണ്ടും അടുപ്പിച്ച് നടക്കുന്ന കാര്യമാണ്, സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഏത് ടെൻസിലായിരിക്കണം? സെയിം ടെൻസിൽ തന്നെ ആയിരിക്കണം. ആസ് സൂൺ ആസ് വരുന്ന പോലെ തന്നെ. യെസ് ജിഷ്ണു, ഓക്കെ, കിട്ടിയോ? അപ്പോൾ രണ്ടും ഒരേ ടെൻസ്. ഇവിടെ സ്റ്റാർട്ടഡ് V2 ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അറൈവ്ഡ് V2 ഫോം എടുത്തേക്കുന്നത് കേട്ടോ. ആസ് സൂൺ ആസ് വന്നാലും അതുപോലെ തന്നെ, ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു മീനിങ് ആണ് ആസ് സൂൺ ആസ്. അത് ഓക്കെ മുബാഷ്, പക്ഷേ നമ്മുടെ ഇതിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം എടുക്കാം കേട്ടോ. യെസ്, എന്താ എനിക്കിത് ഓൾറെഡി വേണോ? ഓൾറെഡി ഫംഗ്ഷൻ സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് ആദ്യം ഫംഗ്ഷൻ തുടങ്ങി എന്നുള്ളൊരു മീനിങ്ങിൽ വരും. അപ്പോൾ ആ വാക്കുകൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ്, ഐ ഡാഷ് ഹിം ലേറ്റ്ലി. വൈൽ വെച്ചിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ ടോപ്സിലെ, പറയാം കേട്ടോ. I dash him lately. Did not see, will not see, had not seen, have not seen. Answer? Have not seen ആണ്. ഈ ലേറ്റ്ലി എന്ന് പറയുന്നത് അത് പ്രസൻറ്റുമായിട്ടൊരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രസൻ്റ് ആയിട്ടൊരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് അല്ലെങ്കിൽ ഹാസ്, അതിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹാവ് യൂസ് ചെയ്യും, പിന്നെ V3 ഫോമാണ് സീൻ എന്ന് പറയാം. ഓക്കെ, ഐ ഹാവ് നോട്ട് സീൻ ഹിം ലേറ്റ്ലി. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 hours. തെറ്റിക്കാണ്ടൊന്ന് പറഞ്ഞു തന്നെ. യെസ് ശാലിനി, ഗ്രീഷ്മ, ശീതൽ, മനസ്സിലായോ? ആ ലേറ്റ്ലി എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പാസ്റ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. യെസ്, ഐ ഡാഷ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 hours. ആൻസർ, ഫോർ ദ ലാസ്റ്റ് 2 hours. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ തുടങ്ങി, പ്രസൻറ്റിലും ഇറ്റ് ഇസ് കണ്ടിന്യൂയിങ്. നമ്മുടെ ആൻസർ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 hours. കിട്ടിയോ? കിട്ടുന്നുണ്ടോ? അല്ലാണ്ട് ലാസ്റ്റ് 2 hours കാണുമ്പോൾ ലാസ്റ്റ് അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞ് പോയേക്കരുത് കേട്ടോ. അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യണേ. മഹാത്മാഗാന്ധി ഡാഷ് ഇൻ 1948. മഹാത്മാഗാന്ധി ഡാഷ് ഇൻ 1948. എസ് കിൽഡ്, വാസ് കിൽഡ്, കിൽഡ്, വർ കിൽഡ്. അപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ ഞാൻ തുടങ്ങാം കേട്ടോ. ഞാനത് എപ്പോൾ പറഞ്ഞാലും നിങ്ങൾ തെറ്റിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിപ്പിച്ചു തരാം. ആൻസർ വരുന്നത് മഹാത്മാഗാന്ധി വാസ് കിൽഡ് ഇൻ 1948 ആണ് കേട്ടോ. റീസൺ ചോദിക്കുകയാണെങ്കിൽ പാസീവ് ആയതുകൊണ്ടാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ സപ്പോസ് ഐ കിൽഡ്, എഴുതുമ്പോൾ ശരിയാവുന്നില്ല, ഐ കിൽഡ് ആൻ ആൻഡ് ആണെന്ന് വിചാരിച്ചോ. ഞാനൊരു ഉറുമ്പിനെ കൊന്നു, ഐ കിൽഡ് ആൻ ആൻഡ്. ഓക്കെ, ഇനി ഇത് ഏത് വോയിസാ? ആക്റ്റീവ് വോയിസ് ആണ്. എങ്ങനെ മനസ്സിലായി?
ഞാൻ ക്രിയയോട് ചോദിക്കുകയാണ്. ഇതിനകത്ത് ക്രിയ എന്താ? കിൽഡാണ്. ഞാൻ ക്രിയയോട് ചോദിക്കുകയാണ് ആരാണ് കൊന്നേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ആരാണ് എന്ന് ഞാൻ ക്രിയയോട് ചോദിക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടുമല്ലോ. ആ ആൻസർ ആണോ എൻ്റെ സബ്ജക്റ്റ് എന്ന് നോക്കുക. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഐ ആണ്. അപ്പോൾ ആരാ കൊന്നേന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടുകയാണ്. ആരാ കൊന്നേ? ഐ ആണ്, ഞാനാണ് കൊന്നേ. അപ്പോൾ ഈ ക്രിയയോട് ചോദിച്ചിട്ട് എനിക്ക് ആൻസർ കിട്ടുന്നതാണ് എൻ്റെ സബ്ജക്റ്റ് എങ്കിൽ അത് ഏത് വോയിസ് ആണ്? ആക്റ്റീവാണ്. ഏതാണ്? ആക്റ്റീവാണ്. ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ. മനസ്സിലായോ? ഇനി ഇതിനെ ഞാൻ പാസീവിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് പറഞ്ഞുതരാമോ? യെസ് അനുജിത്ത്. ആൻഡ് പാസീവിലേക്ക് ആക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരും അല്ലേ? ആൻഡ് വാസ് കിൽഡ് എന്ന് വരും. വാസ് കിൽഡ്, കാരണം ആക്റ്റീവും പാസീവിനകത്ത് നമ്മുടെ ടെൻസ് ഒന്നും മാറില്ല. വാസ് കിൽഡ് ബൈ മീ എന്നായിരിക്കും വരിക അല്ലേ? അപ്പോൾ ഇത് പാസീവ് ആണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ശ്രദ്ധിക്കുക, പാസീവ് ആണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാൻ ക്രിയയോട് ചോദിക്കുകയാണ് ആരാണ് കൊന്നേ? ആരാ കൊന്നേ? മീ ആണ് അല്ലേ? ഞാനാണ്. പക്ഷെ അതാണോ എൻ്റെ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? അല്ല. അപ്പോൾ അതേതാ? അത് പാസീവാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ക്രിയയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ ആയിട്ട് കിട്ടുന്ന ആൾ ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ അത് ആക്റ്റീവ് വോയിസും അല്ലാത്ത പക്ഷം അത് പാസീവ് വോയിസ് ആണ്. കിട്ടിയോ? ക്ലിയർ ആണോ? ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പം ഐ കിൽഡ് ആൻ ആൻറ്റ്, ഞാനൊരു ആൻറ്റിനെ കൊന്നു. മഹാത്മാഗാന്ധി, ഇപ്പം സപ്പോസ് മഹാത്മാഗാന്ധി കിൽഡ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പോയി കൊന്നു എന്നുള്ളൊരു മീനിങ് ആവും. അല്ലാണ്ട് മഹാത്മാഗാന്ധിയെ കൊന്നു എന്നുള്ളൊരു മീനിങ് അല്ല അവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആരാ കൊന്നേന്ന് ചോദിക്കുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ആരാ? ഗോഡ്സെ ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? അല്ല. അപ്പോൾ അത് ഏത് വോയിസ് ആണ്? പാസീവ് ആണ്. പാസീവ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തായാലും പാസ്റ്റ് ടെൻസ് ആണല്ലോ, 1948 ആണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ കിൽഡ് അല്ലെങ്കിൽ വാസ് കിൽഡ് ആണ് വരിക. ഓക്കെ, ജിഷ്ണുവായിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ കിൽഡ് അല്ലെങ്കിൽ വാസ് കിൽഡിലേക്കായിരിക്കും നമ്മൾ വരിക. ഓക്കെ, മഹാത്മാഗാന്ധി എന്തായാലും സിംഗുലർ ആണ്, അപ്പോൾ വേറെ പറ്റില്ല. അതുപോലെ തന്നെ എസ് പറ്റില്ല, കാരണം ഇത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് വാസ് കിൽഡ്. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെയാണ് ആക്റ്റീവ് എങ്ങനെയാണ് പാസീവ് എന്നുള്ളത് മനസ്സിലായോ? ക്രിയയോട് ചോദിക്കുക ആരാണ് കൊന്നേ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ ദാറ്റ് ഈസ് ആക്റ്റീവ്, അല്ലാത്ത പക്ഷം ഇറ്റ് ഈസ് പാസീവ്. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇത് സ്ഥിരം തെറ്റിക്കുന്നതാണ് കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാലും പിന്നെയും തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ദ പിക്ചർ ഡാഷ് ഇൻ ദി വാൾ. ദ പിക്ചർ ഡാഷ് ഇൻ ദി വാൾ. വാസ് ഹങ് ആണോ? വാസ് ഹാങ്ഡ് ആണോ? വാസ് ബീങ് ഹാങ്ഡ് ആണോ? ഹാഡ് ബീൻ ഹാങ്ഡ് ആണോ? ദ പിക്ചർ ഡാഷ് ഇൻ ദി വാൾ. വാസ് ഹങ്. ദ പിക്ചർ വാസ് ഹങ് ഇൻ ദി വാൾ. ഓക്കെ, എന്താ റീസൺ? യെസ്, ഇതിപ്പോൾ ഏത് വോയിസ്? ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് ഏതാ? പാസീവ് ആണ്. ഓക്കെ, കാരണം ദ പിക്ചർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി സിംഗുലർ ആണ്, പാസീവ് ആണ്. എനിക്ക് ഫുൾ എന്താ പാസീവിലേക്ക് മാറ്റുമ്പോൾ വാസ് കിൽഡ് ആകുമല്ലോ. പാസീവിലേക്ക് ആക്കുമ്പോൾ വാസ് കിൽഡ് ആണ്. യെസ്, നമ്മൾ വാസ് കിൽഡ് അല്ലേ പറഞ്ഞേ? എന്താ പറഞ്ഞേ? വാസ് കിൽഡ് ആണ്, പാസീവ് അല്ലേ? ഇപ്പോൾ ഇവിടെ ദ പിക്ചർ വാസ് ഹങ് ഇൻ ദി വാൾ. നമ്മൾ ഈ തൂക്കിക്കൊല്ലുക എന്നുള്ളൊരു മീനിങ്ങിൽ വരുമ്പോഴാണ് ഹാങ്ഡ് യൂസ് ചെയ്യുക കേട്ടോ. ഹാങ്, ഹങ്, ഹാങ്ഡ് എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലുക എന്നുള്ളൊരു മീനിങ്ങിൽ വരുമ്പോഴാണ് ഈ ഹാങ്ഡ് യൂസ് ചെയ്യുക. ഹങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇതേപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ ഇങ്ങനെ തൂക്കിയിട്ടു ആ ഒരു മീനിങ് വരുമ്പോഴാണ് ഹങ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ആരാണ് തൂക്കിയിട്ടെ? നിങ്ങളൊന്ന് പറഞ്ഞേ, ആരാണ് തൂക്കിയിട്ടെ? ഏതോ ഒരാൾ അല്ലേ? ആ ആളാണോ നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളത്? ആണോ? അല്ല. ഇവിടെ എന്താ വന്നിട്ടില്ല? പിക്ചർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏത് വോയിസാ? പാസീവ് ആണ്. പാസീവ് ആണെങ്കിൽ എന്ത് വരണം? പിക്ചർ സിംഗുലർ ആണെങ്കിൽ വോസേ വരാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ബൈ ഇല്ല. ബൈ ഉണ്ടെങ്കിൽ മാത്രമേ അത് പാസീവ് ആവുള്ളൂ എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ട കേട്ടോ. ദ പിക്ചർ വാസ് ഹങ് ഓൺ ദി വാൾ. യെസ്, ഓൺ ആണ് കേട്ടോ, ഓൺ ആണ്, ശരിയാണ്. യെസ് അതുൽ, താങ്ക് യു. കിട്ടിയോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? അപ്പം ഇവിടെ വേണമെങ്കിൽ ഓപ്ഷനിൽ ഹങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, വാസ് ഹങ് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ചേക്കണം, പാസീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി വാസ് ഹങ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ആണ്. അപ്പം നമ്മുടെ ടെൻസിൻ്റെ ഒരുവിധം നമ്മൾ ഓടിച്ച് തീർത്തു. അടുത്തത് പാസീവിലേക്ക്, ആക്റ്റീവ് പാസീവിലേക്ക് കയറിയേക്കാണ് കേട്ടോ. വൈ ഡു യു ബ്ലെയിം ഹെർ? അതിൻ്റെ പാസീവ് എന്താ വരിക? വൈ ഡു യു ബ്ലെയിം ഹെർ, അതിൻ്റെ പാസീവ്. ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പറയണം. പല പ്രാവശ്യം ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഒന്ന് പറഞ്ഞു തന്നെ. വൈ ഡു യു ബ്ലെയിം ഹെർ? വൈ ഷീ ഈസ് ബ്ലെയിം ബൈ യു ആണോ? വൈ ഈസ് ഷീ ബ്ലെയിം ബൈ യു ആണോ? നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അപ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആക്റ്റീവ് പാസീവിനകത്ത്
എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആക്റ്റീവ് പാസീവിനകത്ത് ടെൻസ് മാറില്ല അല്ലേ, ടെൻസ് മാറില്ല, മീനിങ് മാറില്ല, പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യും. നമ്മുടെ ആൻസർ ബി ആണ് കേട്ടോ. വൈ ഇസ് ഷീ ബ്ലെയിം ബൈ യു, വൈ ഇസ് ഷീ ബ്ലെയിം ബൈ യു. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ പാസീവിനകത്ത് അല്ലെങ്കിൽ ആക്റ്റീവിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിനകത്ത് പോകുമ്പോഴും അത് എന്ത് ഫോർമാറ്റിലായിരിക്കണം? അതൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കണം. ആക്റ്റീവിനകത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിനകത്തും അത് എന്തായിരിക്കണം? ക്വസ്റ്റ്യൻ ആയിരിക്കണം. ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് എങ്ങനെയാ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കിയേ. ആർ യു സ്റ്റഡിങ്? ഞാൻ എങ്ങനെ തുടങ്ങിയേ? ആറ് വെച്ചിട്ട്. ആറ് എന്ന് പറയുന്നത് എന്താ? ഓക്സിലറി വെർബാണ് അല്ലേ. അപ്പോൾ ഒരു ഓക്സിലറി വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, വൈക്ക് ശേഷം ഞാൻ ഇവിടെ ഇസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏതായിരിക്കും? ഇതൊരു ക്വസ്റ്റ്യൻ ഫോം ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വൈ ഇസ് ഷീ ബ്ലെയിം ബൈ യു. മനസ്സിലായോ? അപ്പോൾ ഓക്സിലറി വെർബ് ആദ്യം വരണം, ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഓക്സിലറി വെർബ് ആദ്യം വരണം, അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലാണ്ട് സബ്ജക്റ്റ് ആദ്യം വന്നിട്ട് ഓക്സിലറി വെർബ് വരികയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് വിൽ ബി എ സ്റ്റേറ്റ്മെന്റ്. കിട്ടിയോ? അപ്പോൾ വൈ ഡു യു ബ്ലെയിം ഹെർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പാസീവിലേക്ക് ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആവണം. അതുകൊണ്ട് തന്നെ വൈക്ക് ശേഷം ഓക്സിലറി വെർബ് വേണം വരാൻ. ഓക്കെ, ഇനി സബ്ജക്റ്റ് വരുന്ന കേസ് എപ്പോഴാണ്? നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് ഇപ്പോൾ ഡയറക്റ്റിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനെ ഇൻഡയറക്റ്റിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കുമോ പറയുക? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് ഇപ്പോൾ ഡയറക്റ്റിനകത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പം വൈ ആർ യു എന്താ പറയുക, വൈ ആർ യു ടോക്കിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് ഞാൻ ഡയറക്റ്റ് സ്പീച്ചിൽ കൊടുക്കുന്നതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുന്ന സമയത്ത് വൈ ആർ യു എന്ന് പറ്റില്ല, വൈ യു ആറിന് പറ്റുള്ളൂ. മനസ്സിലായോ? ആറ് പറ്റില്ല, പകരം സബ്ജക്റ്റ് ആദ്യം വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് പോകുക. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക, പാസീവിനകത്ത് ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവും ഏത് രൂപത്തിലായിരിക്കണം? ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെയായിരിക്കണം. ക്വസ്റ്റ്യൻ രൂപം ആവണമെങ്കിൽ അതിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്താ? ഓക്സിലറി വെർബിന് ശേഷം വേണം സബ്ജക്റ്റ് വരാൻ. ഇവിടെ വൈക്ക് ശേഷം ആദ്യം വന്നിട്ടുള്ളത് ഓക്സിലറി വെർബ് ഇതാണ്, അതിന് ശേഷമാണ് സബ്ജക്റ്റ് വന്നത്. സോ ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. വൈ ഇസ് ഷീ ബ്ലെയിം ബൈ യു. കിട്ടിയോ? അടുത്ത ചോദ്യം, ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. പറഞ്ഞോളൂ. ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. വിൻ ആണോ, ഹാസ് ബീൻ വൺ ആണോ, ഹാസ് വൺ ആണോ, വൺ ആണോ? ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. പറഞ്ഞോളൂ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചേ, അല്ലാണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എടുത്ത് ചാടി വേഗം ആൻസറിലേക്ക് പോവാണ്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. ആൻസർ വെരി ഗുഡ്, മെജോറിറ്റി ശരിയാക്കിയിട്ടുണ്ട്. ഹാസ് ബീൻ വൺ ആണ്. ഹാസ് ബീൻ വൺ. ഈ ബൈ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താ? പാസീവ് ആണ് അല്ലേ, പാസീവ് ആണ്. പാസീവ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവിന് ശേഷം എന്ത് വേണം? ബി എന്നുള്ള വാക്ക് വരും, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. നമ്മുടെ ആൻസർ ഹാസ് ബീൻ വൺ. കിട്ടിയോ? ബാക്കിയെല്ലാം ഇത് ആക്റ്റീവ് ആണ്, ഇതും ആക്റ്റീവ് ആണ്. ഇവിടെ ഹാസ് വെറുതെ വന്നിട്ടുള്ള ഇതും ആക്റ്റീവ് ആണ്. ഒരു ബീൻ വേണമായിരുന്നു അല്ലേ? യെസ്. നെക്സ്റ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ആരാ ജയിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടില്ലേ? ടീമാണ്. ആ ടീമാണോ നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളത്? അല്ല. അപ്പോൾ അതേതാണ്? പാസീവ് ആണ്. അങ്ങനെയും വേണമെങ്കിൽ നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം, ദ പോലീസ് ആസ്ഡ് ഡാഷ്. വേർ ഇസ് യുവർ ഹോം ആണോ, വേർ ഹിസ് ഹോം വാസ് ആണോ, വേർ ഇസ് ഹിസ് ഹോം വാസ് ആണോ, വേർ ഇസ് ഹിസ് ഹോം ആണോ, വേർ വാസ് ഹിസ് ഹോം ആണോ? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ പറയോ? ഇല്ല. സോ ആൻസർ ഇസ് വേർ. വേറിന് ശേഷം എന്ത് വരണം? ക്വസ്റ്റ്യൻ രൂപം ആവാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇതാണെങ്കിൽ ക്വസ്റ്റ്യൻ രൂപമാണ്, കാരണം ഓക്സിലറി വെർബ് ആദ്യം വന്നു. അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ രൂപമാണ്, ഇസ് ആദ്യം വന്നു. ഇവിടെയാണെങ്കിലും ഓക്സിലറി വെർബ് ആദ്യം വന്നു. അപ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ഫോമിലാണ്. ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ ഫോം അല്ലാത്തത്, കാരണം വേറിന് ശേഷം വന്നിട്ടുള്ളത് സബ്ജക്റ്റ് ആണ് അല്ലേ? ഹിസ് ആണ്, ഹിസ് ഹോം ആണ്. അതിന് ശേഷമാണ് വാസ് വന്നിട്ടുള്ളത്. കിട്ടിയോ? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആക്റ്റീവ് സ്റ്റക്ക് ഉണ്ടോ? ആക്റ്റീവ് പാസീവിനകത്ത് ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ, ആക്റ്റീവിനകത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് എന്ത് പറ്റും? ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെയായിരിക്കും. ഓക്കെ, പക്ഷേ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് അങ്ങനെയല്ല, കാര്യങ്ങൾ മാറും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മുടെ അടുത്ത് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് നമ്മൾ വേറൊരാളോട് പോയി പറയണ സമയത്ത് ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കില്ല നമ്മൾ പറയാം അല്ലേ? നമ്മൾ ഇന്നാൾ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയാം. അപ്പോൾ ആ ഒരു കേസിൽ സബ്ജക്റ്റിന് ശേഷം മാത്രമേ ഓക്സിലറി വെർബ് വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. രാഹുൽ സെഡ് ഐ ആം ആംഗ്രി. ഇതിനെങ്ങനെ വരും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ? രാഹുൽ സെഡ് ഐ ആം ആംഗ്രി. രാഹുൽ സെഡ് ദാറ്റ് ഹീ ഈസ് ആംഗ്രി ആണോ, രാഹുൽ സെഡ് ദാറ്റ് ഹി വാസ് ആംഗ്രി ആണോ, രാഹുൽ സെഡ് ദാറ്റ് ഐ വാസ് ആംഗ്രി ആണോ? വേഗം പറഞ്ഞേ.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൻ്റെ കാര്യം തെറ്റിക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആക്റ്റീവും പാസീവും ഡയറക്റ്റും ഇൻഡയറക്റ്റും കേട്ടോ. ആൻസർ യെസ് ഇറ്റ് ഇസ് ഹി വാസ് ആംഗ്രി ആണ് അല്ലേ. ദാറ്റ് ഹി വാസ് ആംഗ്രി. കാരണം രാഹുൽ സെഡ് ഐ ആം ആംഗ്രി എന്നുള്ളത് റിപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. വെരി ഗുഡ്. അതെല്ലാവരും ശരിയാക്കി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറും അല്ലേ. നെക്സ്റ്റ്, ക്ലോസ് ദി ഡോർ ദ ഡോക്ടർ സെഡ് ടു ദി നഴ്സ്. എങ്ങനെയാ വരിക? ക്ലോസ് ദി ഡോർ ദ ഡോക്ടർ സെഡ് ടു ദി നഴ്സ്. ദ ഡോക്ടർ വോണ്ട് ദി നഴ്സ് ടു ക്ലോസ് ദി ഡോർ. ദ ഡോക്ടർ wanted ദി nurse ടു ക്ലോസ് ദി ഡോർ. ഏത് ആൻസർ ആയിട്ട് വരാം? വേഗം പറഞ്ഞോളൂ. ക്ലോസ് ദി ഡോർ ദ ഡോക്ടർ സെഡ് ടു ദി nurse. കമൻസ് പോന്നോട്ടെ. ആൻസർ ഏത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ്. കാരണം ഇതേപോലെ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വരികയാണെങ്കിൽ, ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇമ്പരേറ്റീവ് ആണ് അല്ലേ. ഒരു ക്രിയ വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇമ്പരേറ്റീവ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? 2 + V1 ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. 2 + V1 ഫോം. അപ്പോൾ അവിടെ പോയിട്ട് 2 ക്ലോസ് എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. 2 + V1 ഫോം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ. ഹീ സെഡ് ടു ഹെർ പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. PYQ ആണ്. ഈ അടുത്ത ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഹീ സെഡ് ടു ഹെർ പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഇതിനെന്താ വരിക? യെസ്, ഹി റിക്വസ്റ്റഡ് ഹെർ ടു വെയിറ്റ് ദർ ടിൽ ഹി റിട്ടേൺഡ് ആണോ? അല്ലെങ്കിൽ പ്ലീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇമ്പരേറ്റീവ് ആണ്. ഇമ്പരേറ്റീവ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2 + V1 ഫോം ഓഫ് ദി വെർബ് വരും അല്ലേ. ബേസ് ഫോം ഓഫ് ദി വെർബ് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ആൻസർ എന്താ? യെസ്, നമ്മുടെ ആൻസർ എ ആണ് കേട്ടോ. അതായത് ഹി റിക്വസ്റ്റഡ് ഹെർ അതിനുശേഷം 2 + V1 ഫോം ഓഫ് ദി വെർബ് വരണം. 2 വെയിറ്റ് ആണ്. ഓക്കെ, 2 വെയിറ്റ്. പിന്നെ അതിനുശേഷം വരുന്ന ക്രിയ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് തന്നെ ആക്കണം. ഇവിടെ വെയിറ്റ് ആണെങ്കിൽ ഇവിടെ ഇവിടെ റിട്ടേൺ ആണെങ്കിൽ അതിൻ്റെ V2 ഫോം തന്നെ ഇവിടെ യൂസ് ചെയ്യണം കേട്ടോ. റിട്ടേൺഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അല്ലാണ്ട് ഇവിടെ മാത്രമാണ് നമ്മൾ ക്രിയ മാറ്റാണ്ട് വെച്ചേക്കുന്നത്. രണ്ടാമത് വരുന്ന വെർബ് നമ്മൾ മാറ്റണം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. റിട്ടേണിൻ്റെ V2 ഫോം എന്നുള്ളത് റിട്ടേൺഡ് ആണ്. കിട്ടിയോ? തെറ്റിക്കരുത്. കഴിഞ്ഞ ഏതൊരു എക്സാമിന്, ഈ അടുത്ത് നടന്നിട്ടുള്ള ഏതൊരു എക്സാമിന് ചോദിച്ചിരുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഹീ സേസ് ഐ ആം സോറി. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്താ വരിക? ഹീ സേസ് ഐ ആം സോറി. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് ടെൻസ് മാറും. ആക്റ്റീവ് പാസീവിനകത്ത് ടെൻസ് മാറില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇവിടുത്തെ ആൻസർ ഹീ സേസ് ഹീ ഈസ് സോറി ആണ് കേട്ടോ. ഹീ സേസ് ഹീ ഈസ് സോറി. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ്ലിക്ക് ആക്കുമ്പോൾ ടെൻസ് ഒക്കെ മാറും. പക്ഷേ ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ സേസ് ആണല്ലോ, അത് പ്രസൻറ്റിൽ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ അതേ ടെൻസിൽ തന്നെ പറയണം കേട്ടോ. പക്ഷെ എന്നാലും അതിനെ മാറ്റിയിട്ട് ഹീ ഒക്കെ ആക്കണം. അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തണം. അല്ലാണ്ട് ടെൻസ് സെയിം തന്നെയായിരിക്കണം. ഇത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെയും പ്രസന്റ് ടെൻസ് തന്നെയായിരിക്കണം. കിട്ടിയോ? അപ്പോൾ ഇതേപോലെ പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ ഈ ഒരു ഭാഗം അതേ ടെൻസിൽ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഹീ സേസ് ഹീ ഈസ് സോറി. അപ്പോൾ ഹീ സെഡ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയായിരുന്നു? ഹീ വാസ് സോറി എന്ന് പറയായിരുന്നു. ഓക്കെ, പക്ഷെ ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ എടുക്കാൻ കാര്യം കേട്ടോ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ. രാഹുൽ സെഡ് ഐ ഹാഡ് സീൻ ഹിം. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതേപോലെ തന്നെ പറഞ്ഞു. രാഹുൽ സെഡ് ഐ ഹാഡ് സീൻ ഹിം. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ രാഹുൽ സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ഹിം ആണോ? രാഹുൽ സെഡ് ദാറ്റ് ഹി ഹാസ് സീൻ ഹിം ആണോ? രാഹുൽ സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ഹിം ആണോ കേട്ടോ. ഹി ഹാഡ് സീൻ ഹിം. റീസൺ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഈ ഒരു ഭാഗവും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെയായിരിക്കും. നമ്മൾ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുന്ന സമയത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് നോ ചേഞ്ച് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ. വെയിറ്റ് അൺടിൽ ദ ബസ് കം സെഡ് മൈ ഫാദർ. എന്താ ആൻസർ ആയിട്ട് വരിക? വെയിറ്റ് അൺടിൽ ദ ബസ് കം സെഡ് മൈ ഫാദർ. യെസ്, ആൻസർ എല്ലാ ഓപ്ഷൻസും ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. വെയിറ്റ് അൺടിൽ ദ ബസ് കം. ഇതൊരു ഇംപരേറ്റീവ് ആണ്. ഇംപരേറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് പറയണം? എന്ത് വരണം? 2 + V1 ഫോം വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട് അതിനെടുത്ത് മാറ്റി. ഇവിടെ 2 ഉണ്ട്, പക്ഷെ അതിന് ശേഷം V2 ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇനി അപ്പോൾ 2 വെയിറ്റ് വന്നു. പിന്നെ അതിന് ശേഷം എന്താ ഞാൻ നേരത്തെ പറഞ്ഞേ?
ഇത് കം പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ക്രിയയ്ക്ക് മാറ്റം വരും. അപ്പോൾ ഇവിടെ ആൻസർ വരണം കെയുമാണ്. ഓക്കെ, മൈ ഫാദർ അഡ്വൈസ്ഡ് മീ ടു വെയിറ്റ് അണ്ടിൽ ദ ബസ് കെയിം. ഇനി അടുത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വേഗം ആൻസർ പറഞ്ഞോളൂ. അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ്, ടെൻസ്, കോൺകേർഡ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് ഓടിച്ച് തീർത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, മാംഗോ ഇസ് ഡാഷ് ദാൻ ആപ്പിൾ. മാംഗോ ഇസ് ഡാഷ് ദാൻ ആപ്പിൾ. പറഞ്ഞോളൂ. മാംഗോ ഇസ് ഡാഷ് ദാൻ ആപ്പിൾ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ ദാന് കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസണാ. പിന്നെ ദാനും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്, സ്വീറ്റർ ആണ് കേട്ടോ. സ്വീറ്റർ ദാൻ ആപ്പിൾ. ഓക്കെ, അടുത്ത് തെറ്റിക്കരുത്. നെക്സ്റ്റ് വൺ, അജിത്ത് ഇസ് ഡാഷ് ദാൻ സ്ട്രോങ്. വെരി ഗുഡ്. മോർ വൈസ് ആണ് അല്ലേ, മോർ വൈസ് ആണ്. റീസൺ ചോദിക്കുകയാണെങ്കിൽ ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? മോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും യൂസ് ചെയ്യണം. അതിനുശേഷം പോസിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ കേട്ടോ. എന്താണ് പോസിറ്റീവ് ഡിഗ്രി? മോർ പഠിച്ചു വയ്ക്കും, എന്നിട്ട് അതിന് ശേഷം വൈസർ എഴുതി വെച്ചേക്കരുത്. മോർ വൈസ് ആണ് കേട്ടോ. ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് വൺ, എപ്പോഴാണ് നമ്മൾ വൈസർ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്നത്? രണ്ടുപേരും തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വൈസർ യൂസ് ചെയ്യാം. പക്ഷേ ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഓഫ് ദ ടു പെൻസ് ദ റെഡ് വൺ ഇസ് ദ ഡാഷ്. നോക്കട്ടെ, പല തവണ പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള സംഭവമാണ്. എത്ര പേര് ശരിയാക്കണ്ടോ നോക്കട്ടെ. ഓഫ് ദ ടു പെൻസ് ദ റെഡ് വൺ ഇസ് ദി ഡാഷ്. ബെസ്റ്റ് ആണോ, ബെറ്റർ ആണോ, ഗുഡ് ആണോ, നണ്ണാണോ? ആരെങ്കിലും ബെസ്റ്റ് കുത്താൻ തോന്നുന്നുണ്ടോ? രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ നമ്മൾ ദയ്ക്ക് ശേഷം കമ്പാരിറ്റീവ് ഫോം ആയിട്ടുള്ള ബെറ്റർ ആണ് യൂസ് ചെയ്യുക കേട്ടോ. രണ്ട് പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ദ ഉണ്ടല്ലോ അതിനുശേഷം സൂപ്പർലേറ്റീവ് അല്ലല്ലോ എന്നുള്ളൊരു ധാരണ വേണ്ട. ദ അതിനുശേഷം സൂപ്പർലേറ്റീവ് വരും. അത് എപ്പോഴാ? മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന കേസാണ് ദയ്ക്ക് ശേഷം സൂപ്പർലേറ്റീവ് വരിക. ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ദയ്ക്ക് ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും വരിക, ദ ബെറ്റർ. നെക്സ്റ്റ്, ദേവേഴ്സ് ഡാഷ് ദാൻ റാണി. ദേവേഴ്സ് ഡാഷ് ദാൻ റാണി. എൽഡർ ആണോ, ഓൾഡർ ആണോ, മോർ ഓൾഡ് ആണോ, ഓൾഡ് ആണോ? സ്റ്റക്ക് ഉണ്ടോ? സ്റ്റക്ക് വരുന്നുണ്ടോ? ദേവേഴ്സ് ഡാഷ് ദാൻ റാണി. ആൻസർ ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരണേന്ന് തോന്നുന്നു. ഇപ്പം ശരിയാവുന്നുണ്ട്. എന്താ? ഓൾഡർ, ഓൾഡർ ദാൻ ആണ് കേട്ടോ. ഓൾഡർ ദാനും എൽഡർ ടു ആണ്. ഓൾഡർ ദാനും എൽഡർ ടു ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ എൽഡർ ടു പറയില്ല, പക്ഷേ നമ്മുടെ PSC ആൻസർ കീ വെച്ചിട്ട് നമ്മൾ എൽഡർ ടു എന്നും ഓൾഡർ ദാൻ എന്നും പഠിക്കണം കേട്ടോ. യെസ്. നെക്സ്റ്റ്, ദ ഫാസ്റ്റർ യു റൺ ഡാഷ്. ദ ഫാസ്റ്റർ യു റൺ ഡാഷ്. ദ മോർ യു റീച്ച് ആണോ, ദ സൂണർ യു റീച്ച് ആണോ, ദ ക്വിക്കർ യു റീച്ച്ഡ് ആണോ, ദ സൂണർ യു ഫിനിഷ്ഡ് ആണോ? ദ ഫാസ്റ്റർ യു റൺ. ആൻസർ കമൻസ് പോന്നോട്ടെ. യെസ്, ബി ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ആൻസർ ബി ആണ് കേട്ടോ. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ കമ്പാരിറ്റീവ്, ദയ്ക്ക് ശേഷം കമ്പാരിറ്റീവ് ആണ്, ഫാസ്റ്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ദയ്ക്ക് ശേഷം കമ്പാരിറ്റീവ് തന്നെ യൂസ് ചെയ്യണം. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ഇവിടെ എല്ലാതും കമ്പാരിറ്റീവ് ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് ശേഷമുള്ള ആളെ നോക്കുക. ഇവിടെ എന്താ? റണ്ണാണ്, അത് പ്രസൻറ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ യുക്ക് ശേഷം വന്നിട്ടുള്ള പ്രസൻറ്റ് നോക്കുക കേട്ടോ. റീച്ച് ആണ്. അപ്പോൾ ഇത് നോക്കണ്ട. അല്ലാണ്ട് റീച്ച്ഡും ഫിനിഷ്ഡും നമുക്ക് പറ്റില്ല. ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഇത് കമ്പാരിറ്റീവിൽ വരണം കേട്ടോ, ദ സൂണർ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ പോർഷനും കൂടെ നോക്കാൻ ഓർക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, ദ സൺ ഷൈൻസ് ഡാഷ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. പറഞ്ഞോളൂ. ദ സൺ ഷൈൻസ് ഡാഷ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. സ്പീഡിൽ കമൻറ്റ് ചെയ്തോളൂ. ആൻസർ എവിടെയാണ്? V1 ആയിരിക്കും എന്ന് ചോദിച്ചത്. അല്ല, ഇവിടെ റൺ എന്ന് പറയുന്നത് V1 ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ V1 ആയിട്ട് എടുത്തത് കേട്ടോ. ഓക്കെ, ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മളിവിടെ പാസ്റ്റ് എടുക്കണമായിരുന്നു. ആൻസർ ബൈ ആണ്. വെരി ഗുഡ്. അതിൻ്റെ തന്നെ അല്ലേ, ബൈ ഇറ്റ്സ് ഓൺ ലൈറ്റ്. പ്രപ്പോസിഷനിലേക്ക് കയറി
നെക്സ്റ്റ് ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. കോഫി ടു ടീ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പം തന്നെ കയറാം. ഒരു മിനിറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തേക്കട്ടെ. ചെറിയൊരു ലാഗ് ഉണ്ട്, ഒന്ന് മാറ്റിയിട്ട് കയറാം കേട്ടോ. ആരും പോവല്ലേ, ഇപ്പം തന്നെ വരുന്നതായിരിക്കുമേ. ഓക്കെ ആണോ? കാണാമോ? കേൾക്കാമോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ ആണോ? ലൈവായോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോഴേക്കും പോയ ആൾക്കാർ. ഹീ ഗേവ് അപ്പ് ദി ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. വേഗം പറഞ്ഞോ. ഹീ ഗേവ് അപ്പ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. ഇതിനകത്ത് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ജെറൻഡ് ആണോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ? ഹീ ഗേവ് അപ്പ് ദി ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ജെറൻഡ് ആണോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ? എന്താ? ജെറൻഡ് ആണ്. വെരി ഗുഡ്, ജെറൻഡ് ആണ്. കാരണം ഇതൊരു ഇപ്പോൾ സപ്പോസ് ഹീ ഈസ് സ്മോക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ അവൻ പുകവലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അങ്ങനെയാണോ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അല്ല, പുകവലി അല്ലേ, ആ ഒരു ഹാബിറ്റ് അവൻ ഉപേക്ഷിച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇറ്റ് ഇസ് ജെറൻഡ്. ഹീ ഈസ് സ്മോക്കിംഗ് ആയിരുന്നുവെങ്കിൽ ഇറ്റ് വിൽ ബി പ്രസന്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. അടുത്തത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ട കാര്യം മറന്നുപോയി. ഹീ ഈസ് സ്മോക്കിംഗ്, ആൻസർ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, കാരണം അവൻ പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അല്ലെങ്കിൽ ഹീ വാസ് സ്മോക്കിംഗ്. ഹീ വാസ് സ്മോക്കിംഗ് ആണെങ്കിലും പ്രസന്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ്. അവിടെ പോയിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്നും കൊണ്ടുപോയി കുത്തിവെച്ചേക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് സ്മോക്കിംഗ് ആണെങ്കിലും ഹീ വാസ് സ്മോക്കിംഗ് ആണെങ്കിലൊക്കെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാഷ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ദ ക്ലാസ് ടുഡേ ദാൻ യെസ്റ്റർഡേ. ഞാൻ പറഞ്ഞ പ്രസന്റ് അല്ലേ? യെസ്. ഹീ ഈസ് സ്മോക്കിങ്ങിനകത്ത് സ്മോക്കിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അല്ലെങ്കിൽ ഹീ വാസ് സ്മോക്കിങ്ങിനകത്ത് സ്മോക്കിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതൊരു ക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന കേസ്. ഡാഷ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ദ ക്ലാസ് ടുഡേ ദാൻ യെസ്റ്റർഡേ. ഇവിടെ ദാൻ ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് കൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ പറ്റുന്ന കേസാണ്. ദാൻ ഉണ്ട്, അപ്പം നമുക്ക് മനസ്സിലായി എന്തായാലും ഫ്യൂവർ ആണ് വരിക അല്ലേ. ലെസ്സും ലിറ്റിലൊക്കെ നമ്മൾ അൺകൗണ്ടബിളിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ ഇവിടുത്തെ ആൻസർ ഫ്യൂവർ ആണ്. ഫ്യൂവർ സ്റ്റുഡൻസ്. ദ ടാസ്ക് വാസ് ഡാഷ് ഡിഫിക്കൽട്ട് ദാൻ ഐ തോട്ട്. ദ ടാസ്ക് വാസ് ഡാഷ് ഡിഫിക്കൽട്ട് ദാൻ ഐ തോട്ട്. ലിറ്റിൽ ലെസ്, ലീസ്റ്റ്, ലെസ്സർ. ദ ടാസ്ക് വാസ് ഡാഷ് ഡിഫിക്കൽട്ട്. ഇവിടെ ദാൻ ഉണ്ട്, ഐ തോട്ട്. ആൻസർ ഓക്കെ. എല്ലാവരും കമൻറ്റ് ചെയ്തോ. അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇവിടുത്തെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്തേ. യെസ്, ലെസ് ആണ്. ഓക്കെ, ദ ടാസ്ക് വാസ് ലെസ് ഡിഫിക്കൽട്ട് ദാൻ ഐ തോട്ട്. ഇത്രയും ഓർത്താൽ മതി. ലെസ് ദാൻ എന്ന് പറയുന്നതാണ് ലെസ്സർ എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇത് രണ്ടും നമ്മൾ കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ലെസ് ദാൻ, ഇവിടെ ദാൻ ഉണ്ടെങ്കിൽ ഇവിടെ ലെസ്സേ വരുള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലെസ്സർ എഴുതരുത്. പക്ഷേ നമ്മളിവിടെ ഫ്യൂവർ യൂസ് ചെയ്യും. ദാൻ ഉണ്ടെങ്കിലും നമ്മൾ ഫ്യൂവർ യൂസ് ചെയ്യും. പക്ഷേ ലെസ്സിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ലെസ് ദാൻ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ലെസ്സറിന് എഴുതി വെച്ചേക്കരുത് കേട്ടോ ദാൻ കണ്ടിട്ട്. അടുത്ത ചോദ്യം. ഇത് നല്ല അടിപൊളി ചോദ്യമാണ്. വെൻ യു മീറ്റ് ദ പ്രസിഡന്റ് ഇഫ് ടി ഡാഷ് ടു യു, യു ഷുഡ് പൊളൈറ്റ്ലി റിഫ്യൂസ്. ആൻസർ എന്താ വരിക? ഇഫ് യു മീറ്റ് ദി പ്രസിഡന്റ്, ഇഫ് ടി വിൽ ബി ഓഫേർഡ് ആണോ, വാസ് ബീങ് ഓഫേർഡ് ആണോ, വാസ് ഓഫേർഡ് ആണോ, ഇസ് ഓഫേർഡ് ആണോ? പറഞ്ഞോ. ഇവിടെ രാഹുൽ വാസ് ഓഫേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. വെൻ യു മീറ്റ് ദ പ്രസിഡന്റ് ആണ് കേട്ടോ. സോ ഈ ഷുഡൊക്കെ കണ്ടിട്ടാണോ ഈ പറഞ്ഞ പോലെ പാസ്റ്റിലേക്ക് പോയത്? ആൻസർ വെൻ യു മീറ്റ് ദ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഫ്യൂച്ചർ അല്ലേ. വെൻ യു മീറ്റ് ദ പ്രസിഡന്റ്, നീ പ്രസിഡന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ ഇഫ് ടി ഡാഷ് ടു യു, ഇഫ് ടി is offered to you, you should politely refuse. ഈ രണ്ടാമത്തെ ഭാഗം കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇഫ് ടി ഇസ് ഓഫേർഡ് ആണ്. റീസൺ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ക്ലോസ് വെച്ചിട്ട് ഇഫ് യു സ്റ്റഡി വെൽ എന്താ പറയുക? യു വിൽ പാസ് അല്ലേ. യു വിൽ പാസ്. അപ്പോൾ ഇവിടെ
ഇഫിൻ്റെ കൂടെയുള്ള ബാക്കി ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, ഇഫ് യു സ്റ്റഡി വെൽ. അപ്പോൾ ഇഫുള്ള ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെ എന്താ വരിക? പ്രസന്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്, സ്റ്റഡി വെല്ലാണ്. ഓക്കെ, അല്ലാണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്യൂച്ചർ യൂസ് ചെയ്യോ? ഫ്യൂച്ചർ ആണോ ഇവിടെ വന്നിട്ടുള്ളത്? ഫ്യൂച്ചർ വരുന്ന ഏത് കേസിലാണ്? ഇതിൻ്റെ സെക്കൻഡ് പോർഷനിലാണ് യു വിൽ പാസ് എന്ന് വന്നിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇഫ് ടീ ഇസ് ഓഫേർഡ് ടു യു ആണ് കേട്ടോ. അപ്പോൾ യു ഷുഡ് പൊളൈറ്റ്ലി റിഫ്യൂസ് കണ്ടിട്ട് അത് പാസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഫ്യൂച്ചറും അതുപോലെ തന്നെ പ്രസൻറ്റും തമ്മിലാണ് കണക്ഷൻ വരിക, അല്ലാണ്ട് ഫ്യൂച്ചറും പാസ്റ്റും തമ്മിലല്ല കണക്ഷൻ. നീ പ്രസിഡന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ വെൻ യു മീറ്റ് ദ പ്രസിഡന്റ്, ഓക്കെ, ഇഫ് ടീ വിൽ ബി ഓഫേർഡ് അല്ല. മനസ്സിലായോ എന്തുകൊണ്ടാണ് വിൽ ബി ഓഫേർഡ് വരാതിരുന്നതെന്നുള്ളത്? പലരും തെറ്റിക്കുന്നത് ഈ വിൽ ബി ഓഫേർഡ് ആണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കേട്ടോ, പക്ഷെ അത് അധികം ആൾക്കാർ പറഞ്ഞില്ല. അപ്പോൾ ഇഫ് ഉണ്ടെങ്കിൽ അതിന് ശേഷം വരുന്നത് എന്തായിരിക്കും? പ്രസൻറ്റ് ഫോം ആയിരിക്കും. ഓക്കെ, കിട്ടിയോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആണോ? അടുത്തത് നമുക്ക് കുറച്ച് വൊക്കാബുലറി ഒന്ന് വേഗം ഓടിച്ച് നോക്കാം. SCERT നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. റോൻ്റെ സിനോണിം പറഞ്ഞോളൂ. റോൻ്റെ സിനോണിം. SCERT ആണ്, മിക്സഡ് ആണ്? വേഗം പറഞ്ഞു തന്നെ. റോയുടെ സിനോണിം എന്താണ്? യെസ് അഫീൽ, ആൻസർ ക്വാറലാണ് അല്ലേ? തല്ലുപിടിക്കുക, ക്വാറലാണ്. അപ്പം ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയ കണക്ഷനാണ്. നമ്മുടെ റോ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ന റോ വേണം അല്ലേ, നമ്മുടെ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ടേക്കുന്ന റോ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും തല്ല് പിടിച്ചിട്ടുണ്ടാവും. ക്വാറൽ, അങ്ങനെയൊന്നും ഓർക്കാം കേട്ടോ. റോ ഇറ്റ് മീൻസ് ക്വാറൽ. അടുത്തത് മ്യുണ്ടെയിൻ. സിനോണിം പറഞ്ഞോളൂ. എക്സൈറ്റിംഗ് ആണോ, ഓർഡിനറി ആണോ, ക്രൈ ആണോ, സർപ്രൈസ്ഡ് ആണോ? മ്യുണ്ടെയിൻ. സ്പീഡിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആൻസർ ഇറ്റ് ഈസ് ഓർഡിനറി ആണ്. യെസ് വിജയൻ, വെരി ഗുഡ്. ഓർഡിനറി ആണ്. ഓക്കെ, അപ്പോൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ മുണ്ടെടുക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. മുണ്ടെടുക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം ഓർഡിനറി സാധാരണക്കാരാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മ്യുണ്ടെയിൻ ഇറ്റ് മീൻസ് ഓർഡിനറി. നെക്സ്റ്റ് വൺ ക്രെഡുലസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൗട്ട്ഫുൾ ആണോ, ടു ബിലീവ് ഈസിലി ആണോ, ഫ്രോഡ് ആണോ, ടു ബി സർപ്രൈസ്ഡ് ആണോ? ക്രെഡുലസ്. സ്പീഡിൽ കമൻറ്റ് ചെയ്യും. ABCD എന്ന് മാത്രം കൊടുത്താൽ മതി, ഫുള്ള് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രെഡുലസ്. ആൻസർ ടു ബിലീവ് ഈസിലി അല്ലേ? ടു ബിലീവ് ഈസിലി. ഇൻക്രെഡിബിൾ എന്ന് വരുമ്പോഴാണ് കേട്ടോ ഡൗട്ട്ഫുൾ വരുന്നത്. ക്രെഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിലീവ് ഈസിലി, ആരും എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന, അത് ഭയങ്കര കേടാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ക്രെഡുലസ്. ഓക്കെ, ടു ബിലീവ് ഈസിലി. ഇൻക്രെഡുലസ് അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ എന്നൊക്കെ പറയുകയാണെങ്കിലാണ് ഡൗട്ട്ഫുൾ എന്നുള്ള ആൻസറിലേക്ക് എത്തുക കേട്ടോ. നെക്സ്റ്റ് വൺ ബോൾഡർ. SCERT ആണ്. ക്ലേ ആണോ, മാസീവ് റോക്സ് ആണോ, മാജിക് ആണോ, സിസ്റ്റമാറ്റിക് ആണോ? ബോൾഡർ. ആൻസർ പോരട്ടെ. ബോൾഡർ എന്ന് പറഞ്ഞാൽ മാസീവ് റോക്സ്, വലിയ വലിയ കല്ലുകളാണ് കേട്ടോ. മാസീവ് റോക്സ് ആണ്. ഓക്കെ, അതാണ് ബോൾഡർ. ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ, ബൗൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഷോൾഡർ ആലോചിക്കാം. ഈ ഷോൾഡറിലൊക്കെ വലിയ വലിയ റോക്സുകളൊക്കെ വെച്ച് പോകുന്ന നമ്മുടെ ബാഹുബലിനെയൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബോൾഡർ, മാസീവ് റോക്സ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ സാൽവർ. അത് തന്നെ അനുജിത്ത്, വെരി ഗുഡ്. സാൽവർ. പ്രേ ആണോ, ട്രേ ആണോ, എനിമി ആണോ, ഫ്രണ്ട് ആണോ? സ്പീഡിൽ പറഞ്ഞേ. സാൽവർ. എന്താണ് ആൻസർ? ട്രേ. എങ്ങനെ ആലോചിക്കും? സാൽവർ എന്ന് പറയുമ്പോൾ നമുക്ക് 4 പേര് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. 4 പേരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ട്രേയിലായിരിക്കും ചായയൊക്കെ കൊടുക്കുക അല്ലേ? ട്രേ. ഓക്കെ, അപ്പം 4 പേര് സാൽവർ എന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. സാൽവർ, ട്രേ. നെക്സ്റ്റ് സ്ക്ലാമർ. എന്തോ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നോക്കട്ടെ ഇത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ടെന്ന്. ക്ലാമർ. ഇതിൻ്റെ ഒരു സിനോണിമും കൂടെ പറ്റുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്ലാമർ. ക്ലാമർ എന്താ? യെസ് അനുജിത്ത്, നോയ്സി ആണ്. വിജിൻ, യെസ് ലിജിൻ. സഫീൽ, നോയ്സി. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. നമ്മൾ ക്ലാമറിൻ്റെ ഒരു സിനോണിമും കൂടി ഉണ്ട്, ബോയ്സ്ട്രസ് എന്ന് പറയും കേട്ടോ. ബോയ്സ്ട്രസ്. അപ്പോൾ ബോയ്സ്ട്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോയ്സ് ഭയങ്കര ഗ്ലാമർ ആണെന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. വെറുതെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാമറിൻ്റെ സിനോണിയമായിട്ട് വരുന്നത് ബോയ്സ്ട്രസ് എന്ന് പറയും.
അതുപോലെ തന്നെ നോയ്സി, ഭയങ്കര ബഹളം കൂട്ടുന്ന. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരാൾ പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഗ്ലാമർ ആണെന്നൊക്കെ പറയുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഉറക്കെ പറയൂ എന്നുള്ള രീതിയിലൊക്കെ പറയും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സോ ദാറ്റ് ഇസ് നോയ്സി. ഓക്കെ, സോ ഗ്ലാമർ ഇറ്റ് മീൻസ് നോയ്സി. അതിൻ്റെ സിനോണിം ആണ് ബോയ്സ്ട്രസ്. നെക്സ്റ്റ് വൺ ഗ്യാരുലസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാരുലസ് പറഞ്ഞേ, ഇമ്പോർട്ടൻറ്റ് സിനോണിം. ഇറ്റ് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്. അതിൻ്റെ തന്നെ ഒരു വാക്കും കൂടെ നമ്മുടെ ഷമാസ് പറഞ്ഞിട്ടുണ്ട്, വോയിസിഫറസ് അല്ലേ. വെരി ഗുഡ്, അത് ഇവിടുത്തെയാണ് കേട്ടോ. വോസിഫറസ് എന്ന് പറയുമ്പോൾ നമുക്ക് വോയിസുമായിട്ട് കണക്ട് ചെയ്യാം, ഉറക്കെ പറയാന്നുള്ള രീതിയിൽ അതും വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. വോസിഫറസ്, വെരി ഗുഡ്. ഗ്യാരുലസ് എന്താണ്? ടോക്കറ്റീവ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെർബോസ് അല്ലേ. ടോക്കറ്റീവ് അല്ലെങ്കിൽ വെർബോസ് ആണ്. വെർബൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത് ടോക്ക് ചെയ്യുമ്പോഴല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന വെർബോസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ടോക്കറ്റീവ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ ആന്റോണിംസ് ആണ് ഈ കൊടുത്തിട്ടുള്ള ടാസിറ്റേൺ, റെറ്റിസെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം സംസാരിക്കാത്ത ആൾക്കാർ, മിതഭാഷികളാണ് ടാസിറ്റേണും റെറ്റിസെന്റും. ഓക്കെ, അല്ലെങ്കിൽ കൺസൈസ് ആയിട്ട് പറയാം, കുറച്ച് ഇങ്ങനെ കൺസൈസ് ആയിട്ടൊക്കെ പറയാന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ ടേൺ ആകുമ്പോൾ മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ എന്നാലോചിക്കുക. അതായത് മിതഭാഷി, ടാസിറ്റേൺ, നമ്മുടെ ടേൺ ആകുമ്പോഴേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ടാസിറ്റേൺ. റെറ്റിസെന്റ് എന്ന് പറയുമ്പോൾ സെന്റ്, അതായത് ചെറിയൊരു സെന്റ് എന്നൊക്കെ ആലോചിക്കുക, അതായത് കുറച്ച് മാത്രം. അപ്പോൾ അതും മിതഭാഷി തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? വെർബോസ് ആണ് കേട്ടോ. ഇത് രണ്ടും ആന്റോണിംസ് ആണ്. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, പഠിച്ചേക്കണം. അടുത്ത മെലഡി. മെലഡിയുടെ സിനോണിം എന്താണ്? മെലഡി. വേഗം കമൻറ്റ് ചെയ്യൂ, സ്പീഡിൽ കമൻറ്റ് ചെയ്തേ. മെലഡി ഹെൽത്തി ആണോ, സാനിറ്റി ആണോ, ബ്ലൂം ആണോ, എലിമെന്റ് ആണോ? കമൻസ് വരുന്നില്ലല്ലോ. രാഹുൽ ഇവിടെ ഡി പറഞ്ഞിട്ടുണ്ട്, എയിൽമെന്റ് ആണോ? ഒരു ക്ലൂ തരാം. മെലഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഇല്ലേ, ഒരു ടോഫി ഇല്ലേ, അത് ഒരുപാട് കഴിച്ചാൽ എന്ത് പറ്റും? അസുഖം പിടിക്കും അല്ലേ. സോ എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അസുഖം പിടിച്ചിട്ടുള്ള ആ ഒരു മീനിങ് ആണ് കേട്ടോ. എയിൽമെന്റ്, ഓയിൽമെന്റ് ഒക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. സോ മെലഡി ഇറ്റ് മീൻസ് എയിൽമെന്റ്. നെക്സ്റ്റ് മർത്ത്. മർത്തിന്റെ സിനോണിം. മർത്തിന്റെ സിനോണിം പറഞ്ഞോളൂ. മർത്തിന്റെ സിനോണിം ആൻസർ? മർത്ത് എന്ന് പറയുമ്പോൾ ബർത്ത് ആലോചിക്കാം അല്ലേ. ബർത്ത് എന്ന് ആലോചിക്കാം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഹാപ്പിനെസ് ആണ് കേട്ടോ. മർത്ത് ഇറ്റ് മീൻസ് ഹാപ്പിനെസ്. മർത്ത് മീൻസ് ഹാപ്പിനെസ്. സ്റ്റക്ക് ഉണ്ടോ? സ്റ്റക്ക് വന്നോ? നെക്സ്റ്റ് പെൻസീവ്. പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? പെൻസീവ് വേക്കൻ്റ് ആണോ, കെയർലെസ് ആണോ, തോട്ട്ലെസ് ആണോ, റിഫ്ലക്റ്റീവ് ആണോ? പെൻസീവ് ഇറ്റ് മീൻസ് ഓക്കെ എന്നാ വേഗം പറഞ്ഞോ. പെൻസീവ് ആൻസർ? റിഫ്ലക്റ്റീവ് ആണ് അല്ലേ. റിഫ്ലക്റ്റീവ് ആണ്. ഓക്കെ, പെൻസീവ്, റിഫ്ലക്റ്റീവ്. അതായത് നമ്മൾ പേനയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ആ പേന വെച്ചിട്ട് നമ്മൾ പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അങ്ങനെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം. റിഫ്ലക്റ്റീവ് ആണ് കേട്ടോ. പെൻസീവ് ഇറ്റ് മീൻസ് റിഫ്ലക്റ്റീവ്. നെക്സ്റ്റ് പോണ്ടർ. പോണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സിനോണിം എന്താ? പോണ്ടർ. forget, agree, neglect, think. Ponder means ഒരു പോണ്ട് കാണുമ്പോൾ അതിനകത്ത് മീനുണ്ടോന്നോ അല്ലെങ്കിൽ അതിലേക്ക് ചാടണമെന്നോ ഒക്കെ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യും. ഓക്കെ, തിങ്ക് ആണ് കേട്ടോ. പോണ്ട് ഇറ്റ് മീൻസ് പോണ്ടർ ഇറ്റ് മീൻസ് തിങ്ക് ആണ്. തിങ്ക്, ആലോചന. അടുത്തത് ഇംപെറ്റുവസ്. ഇംപെറ്റുവസ് കോഷ്യസ് ആണോ, കൺസിഡേർഡ് ആണോ, വയലന്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇംപെറ്റുവസ് ആൻസർ? വയലന്റ് ആണ്. ഇംപെറ്റുവസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്തു ചാട്ടം എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കൊരു ഇത് ഉണ്ട്. ഇംപെറ്റുവസ് പെട്ടെന്ന് തന്നെ, പെറ്റുവസ് പെട്ടെന്ന് തന്നെ, അതായത് വയലന്റ് ആവുക എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ് ഇംപെറ്റുവസ് കേട്ടോ, വയലന്റ്. നെക്സ്റ്റ് പ്രുഡൻറ്റ്. പ്രുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രുഡൻറ്റ് ആൻസർ? വൈസ് ആണ് കേട്ടോ. വൈസ് ആണ്. പ്രുഡൻറ്റ് ഇറ്റ് മീൻസ് വൈസ്. ഓക്കെ, അടുത്തത് ബിസെയർ. ഇത് PYQ ആണ്. വേഗം ആൻസർ പറയൂ. ബിസെയർ. ഇത്തിരി സ്പീഡ് കൂട്ടാം. ബിസെയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ച് ആണ്. ബിസെയർ എന്ന് പറയുമ്പോൾ ബസാറൊക്കെ ആലോചിക്കാം.
ബസാറിലൊക്കെ ആൾക്കാർ മുമ്പൊക്കെ കൊറോണയുള്ള സമയത്തൊക്കെ കുറവായിരുന്നു അല്ലേ, അപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ആയിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ബിസെയർ ഇറ്റ് മീൻസ് സ്ട്രേഞ്ച്. എല്ലാവരും കമൻറ്റ് ചെയ്തോട്ടെ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എബ്സേർഡ് എന്ന് പറഞ്ഞാൽ, എബ്സേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, എബ്സേർഡ്. എബ്സേർഡ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? പ്രപ്പോസ്ട്രസ് ആണോ, ഇൻ്റലിജൻ്റ് ആണോ, ടോക്കറ്റീവ് ആണോ, ഗവൺമെൻറ് ആണോ? ഫൂളിഷ് ആണ് അല്ലേ, ഫൂളിഷ് ആണ്. അതായത് പ്രപ്പോസ്ട്രസ് ആണ്. അപ്പോൾ അത് ഒരുമിച്ച് പഠിച്ചാൽ മതി, കണക്ട് ചെയ്ത് പഠിക്കുക. അതായത് എബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആണ്. അപ്പോൾ നമ്മുടെ മാത്സിനകത്ത് ഈ സേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഇല്ലേ, ഈ റൂട്ട് 2 റൂട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സേർഡ്, അത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫുളിഷ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനകത്ത് പ്രപ്പോസിഷൻ അറിയില്ലെങ്കിൽ, പ്രപ്പോസ്ട്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രപ്പോസിഷൻ ആലോചിക്കാം, അത് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഫുളിഷ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം. എബ്സേർഡ് ആണെങ്കിലും, അതായത് മാത്സിനകത്തുള്ള സേർഡ്സ് ആണെങ്കിലും ഇംഗ്ലീഷിനകത്തുള്ള പ്രപ്പോസിഷൻ ആണെങ്കിലും രണ്ടും അറിഞ്ഞില്ലെങ്കിൽ ഫുളിഷ് ആണ് കേട്ടോ. അപ്പോൾ എബ്സേർഡും അതുപോലെ തന്നെ പ്രപ്പോസ്ട്രസ് എന്താണ്? ഫുളിഷ്. നെക്സ്റ്റ് വൺ, അഡ്ജോൺ. അഡ്ജോൺ എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ ആണോ, എൻകറേജ് ആണോ, ഓപ്പൺ ആണോ, ബിഗിൻ ആണ്? അഡ്ജോൺ. ഒന്നോട്ടെ, നമ്മുടെ ജേർണിയൊക്കെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക അല്ലേ, പോസ്റ്റ്പോൺ ആണ് കേട്ടോ. അഡ്ജോൺ ഇറ്റ് മീൻസ് പോസ്റ്റ്പോൺ. അഡ്ജോൺ ഇറ്റ് മീൻസ് പോസ്റ്റ്പോൺ. നെക്സ്റ്റ് വൺ, എബേറ്റ്. എബേറ്റ് ആണ്. എബേറ്റ്, ABATE. എബേറ്റ് എന്ന് പറഞ്ഞാൽ എബേറ്റ്. എബേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആണ് കേട്ടോ, റെഡ്യൂസ് ആണ്. എ ബൈറ്റ് എന്ന് ആലോചിച്ചാൽ മതി, ഇതിനകത്തുള്ള എ മാറ്റിയിട്ട് ഐ ഇട്ട് കൊടുത്താൽ മതി. ഒരു ബൈറ്റ്, ഒരു ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഒരു ബൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. എബേറ്റ് ഇറ്റ് മീൻസ് റെഡ്യൂസ്. അതേസമയം എബെറ്റ് ആണെങ്കിൽ, എബെറ്റ്, ഓക്കെ, എബെറ്റ് ആണെങ്കിൽ ഇവിടെ ഇ ആണെങ്കിൽ എന്താ വരിക? ഇ വെച്ചിട്ടുള്ള എൻകറേജ് ആണ് വരിക കേട്ടോ. യെസ് അനുജിത്, വെരി ഗുഡ്. എബെറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എൻകറേജ്. എബോർ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ആണ്. വെരി ഗുഡ്. എബോർ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ആണ്. നമുക്ക് ബോറടിക്കും, ബോറടിക്കാൻ നമുക്ക് ഇഷ്ടമല്ല, ഹെയ്റ്റ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. എബോർ ഇറ്റ് മീൻസ് ഹെയ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് മറക്കണ്ട. എബെയ്റ്റ് ആണെങ്കിൽ എ ബൈറ്റ് ആലോചിക്കാം, റെഡ്യൂസ് ആണ്. എബെറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഇ ആണെങ്കിൽ ഇ വെച്ചിട്ട് എൻകറേജ് ആണ്. എബോർ ആണെങ്കിൽ ഇറ്റ് ഇസ് ഹെയ്റ്റ് ആണ് കേട്ടോ. അഗണി പറഞ്ഞ, ആഗണിയുടെ മീനിങ് എന്താ? ഇതറിയായിരിക്കും, വേഗം പറഞ്ഞു. ആഗ്നി മീൻസ് പെയിൻ ആണ് കേട്ടോ, പെയിൻ ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും പെയിൻ ആണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അഗ്നിയൊക്കെ ആലോചിച്ചാൽ മതി. നമ്മുടെ തീയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. പെയിൻ ആണ്. നെക്സ്റ്റ് വൺ, ആൻറ്റിപ്പതി. ആൻറ്റിപ്പതി എന്താണ്? അൺഫ്രണ്ട്ലി ആണോ, അഫിനിറ്റി ആണോ, ലൈക്കിംഗ് ആണോ, പ്രിഡിക്റ്റ് ആണോ? ആൻറ്റിപ്പതി. ആൻസർ ആൻറ്റിപ്പതി എന്താ? അൺഫ്രണ്ട്ലി ആണ് കേട്ടോ, അൺഫ്രണ്ട്ലി. ഓക്കെ, അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻറ്റിയുടെ പതി, പതി ഹിന്ദിയിൽ നമ്മൾ ഹസ്ബൻഡ് എന്ന് പറയില്ല, ആൻറ്റിയുടെ ഹസ്ബൻഡ്, അതായത് അങ്കിള് ഭയങ്കര അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതോ ഒരു അങ്കിൾ ഉണ്ടെന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻറ്റിപ്പതി ഇറ്റ് മീൻസ് അൺഫ്രണ്ട്ലി. നെക്സ്റ്റ്, ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ സീക്രറ്റ് ആണ് കേട്ടോ. എന്താണ്? സീക്രറ്റ് ആണ്. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ ആലോചിക്കാം, നമ്മുടെ വയറിനകത്ത് ഇൻഡസ്റ്റൈനൊക്കെ ഇങ്ങനെ മൂടി സീക്രറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. സോ ക്ലാൻഡസ്റ്റൈൻ ഇറ്റ് മീൻസ് സീക്രറ്റ്. നെക്സ്റ്റ്, ലൊക്കേഷ്യസ്. ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൊക്കേഷ്യസ് എന്താ വരിക? ആൻസർ വേഗം പറഞ്ഞതേ. ലൊക്കേഷ്യസിൻ്റെ മീനിങ് എന്താ വരുന്നത്? ടോക്കറ്റീവ് ആണ്, ഒരുപാട് സംസാരിക്കുന്ന. നമ്മൾ നേരത്തെ പറഞ്ഞു ടോക്കറ്റീവിൻ്റെ ബാക്കിയുള്ള സിനോണിംസ് ഒക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. വെർബോസ് പറഞ്ഞിരുന്നു അല്ലേ, ഗ്യാരുലസ് പറഞ്ഞിരുന്നു. അതിൻ്റെ ആൻറ്റോണിം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? റെറ്റിസെൻറ്റ് പറഞ്ഞിരുന്നു, ടാസിറ്റേൺ പറഞ്ഞിരുന്നു, റിസർവ്ഡ് പറഞ്ഞിരുന്നു അല്ലേ. യെസ്, അപ്പോൾ ലൊക്കേഷ്യസ് ഇറ്റ് മീൻസ് ടോക്കറ്റീവ്. ഡിപ്ലീറ്റ്. ഡിപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ആണ് കേട്ടോ, തീർന്നു പോവുക. ഓക്കെ, എക്സോസ്റ്റ് ആണ്. ഡിപ്ലീറ്റ് ഇറ്റ് മീൻസ് എക്സോസ്റ്റ്. ഇത്തിരി സ്പീഡ് കൂട്ടുകയാണ്, കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ, തീരാറായി. വോളണ്ടറി. യെസ് രാഹുൽ, മിൽന, മിതു, ദൃശ്യ, അനു, രഞ്ജിത്ത്, വടക്കൻ, സഫീൽ, രാഹുൽ, വേഗം പറഞ്ഞ ആൻസർ. വോളണ്ടറി മീൻസ് വോളണ്ടിയേഴ്സ്. ഞാൻ വോളണ്ടിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലേ. വില്ലിംഗ് ആണ് കേട്ടോ, വില്ലിംഗ് ആണ്. അതിൻ്റെ ആൻറ്റോണിയം ആണ് കമ്പൽസറി. ഓക്കെ, വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ സെൽഫായിട്ട് അവർക്ക് തോന്നിയിട്ട് ചെയ്യുന്നതാണ്. സോ അതിൻ്റെ ആൻറ്റോണിയം ആണ് കമ്പൽസറി, തെറ്റിക്കരുത് കേട്ടോ. അടുത്തത് റെഫ്യൂട്ട്. റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡിനൈ ആണ്.
റെഫ്യൂട്ട് എന്ന് പറയുമ്പോൾ റെഫ്യൂസ് എന്ന് ഓർത്താൽ മതി. റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിനൈ ചെയ്യുക അല്ലേ? ആ ഒരു മീനിങ് ആണ് കേട്ടോ, ഡിനൈ. നെക്സ്റ്റ് ചീറ്റ്. ചീറ്റ് എന്ന് പറഞ്ഞാൽ ചീറ്റിനകത്ത് തന്നെയുണ്ട് ആ വാക്ക്, ഐ മീൻ ഈ ഓപ്ഷനകത്ത് തന്നെയുണ്ട് അതിൻ്റെ മീനിങ് വരുന്നത്. ഫ്രോഡ് അല്ലേ, ഫ്രോഡ്. അപ്പോൾ ഡിഫ്രോഡ് ആണ് കേട്ടോ, ചീറ്റ് ഡിഫ്രോഡ് ആണ്. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിഞ്ചി അതിൻ്റെ ഒരു മീനിങ് നമ്മൾ പഠിച്ചിരുന്നല്ലോ. സ്റ്റിഞ്ചി പറയാമോ? ഫ്രൂഗൽ അല്ലേ, ഫ്രൂഗൽ. അപ്പോൾ ഗാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഗേൾസ് എടുക്കാം. ഗേൾസ് സാധാരണ കുറച്ച് പിശുക്കാണ്, സ്റ്റിഞ്ചി ആണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. അതിൻ്റെ ആൻറ്റോണിയം എന്താ വരുന്നത്? എക്സ്ട്രാ വേഗൻ്റ് എന്ന് പറയും അല്ലേ. എക്സ്ട്രാ വാങ്ങി, ലാവിഷ് ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. എക്സ്ട്രാ വേഗൻ്റ് ഇറ്റ് മീൻസ് ലാവിഷ് ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. യെസ്. അടുത്തത് കോർണർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ സ്റ്റിഞ്ചി, അതുപോലെ തന്നെ ഗ്യാരുലസ്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർണർ. കോർണർ ഇറ്റ് മീൻസ് എന്താണ്? കോർണർ ട്രാപ്പ് ചെയ്യുക. ഒരു കോർണറിലേക്ക് കൊണ്ടുപോയിട്ട് ട്രാപ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ട്രാപ്പ് ആയല്ലോ. ഹാഗിൾ. ഹാഗിൾ മീൻസ് ഹാഗിൾ. ഹാഗിൾ എന്ന് പറഞ്ഞാൽ ബാർഗെയിൻ ആണ് കേട്ടോ. ഹാഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബാർഗെയിൻ ആണ്, ബാർഗെയിൻ ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ഹാഗിൾ, ബാർഗെയിൻ. ഹാഗിൾ എന്ന് പറയുമ്പോൾ ബാങ്കിൾ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ, ബാങ്കിൾ. അപ്പോൾ ബാങ്കിളിൻ്റെ ഈ സ്വർണ്ണവളയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ബാർഗെയിൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാഗിൾ ഇറ്റ് മീൻസ് ബാർഗെയിൻ. നെക്സ്റ്റ് വൺ ഇംപെൽ. ഇംപെൽ. ഇംപെൽ മീൻസ്, ഇംപെൽ എന്ന് പറയുമ്പോൾ കമ്പൽ ആലോചിക്കാം. ഇംപെൽ, കമ്പൽ. കമ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇംപെൽ മീൻസ് ഫോഴ്സ് ആണ്. ഇംപെൽ മീൻസ് ഫോഴ്സ്. അടുത്തത് ത്രോങ് ആണ്. ത്രോങ്. ത്രോങ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ, ആക്റ്റീവായിട്ടൊന്ന് കമൻറ്റ് ചെയ്തോ. ത്രോങ് എന്ന് പറഞ്ഞാൽ യെസ് മാസാണ്. വെരി ഗുഡ്, മാസാണ്. മാസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റിൻ്റെ മാസം അല്ല കേട്ടോ. ഇതേത് മാസാ? ഒരുപാട് ജനം, മോബ് എന്നൊക്കെ ഒരു മീനിങ് ആണ്. മാസ്, ജനം എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ സ്ട്രോങ്. ത്രോങ് എന്ന് പറയുമ്പോൾ ആണെങ്കിൽ സ്ട്രോങ് എന്നൊക്കെ ആലോചിച്ചുകൂടെ? സ്ട്രോങ്. സ്ട്രോങ് ആവുന്നത് ഒരുപാട് ജനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. ഈ മാസം വെയിറ്റും അതുകൊണ്ടെന്ന് പറഞ്ഞാൽ മാസം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. വെയിറ്റ് അത് ചേഞ്ച് ചെയ്യും. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ W=mg. അപ്പോൾ ഇതിനകത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് കോൺസ്റ്റൻ്റ് അല്ല, വെയിറ്റ് മാറും, മാസാണ് കോൺസ്റ്റൻറ്റ്. അടുത്തത് ക്യൂവർ. ക്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? സിനോണിം. ക്യൂവർ മീൻസ് ക്ലെവർ ആണോ, പൊളൈറ്റ് ആണോ, ഫാസ്റ്റ് ആണോ, ഷിവർ ആണോ? ക്യൂവർ. വേഗം പറഞ്ഞോളൂ. ക്യൂവർ. ഈ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ, ഈ മദ്യമൊക്കെ വാങ്ങാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് പലരും ഇങ്ങനെ ഷിവർ ചെയ്യും അല്ലേ. അങ്ങനെ കണക്ട് ചെയ്യാം. ഷിവർ ആണ് കേട്ടോ ക്യൂവർ. ക്യൂവിൽ ഇവർ നിൽക്കുമ്പോൾ ഷിവർ ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ക്യൂവർ ഇറ്റ് മീൻസ് ഷിവർ. അടുത്ത ചോദ്യം ഗെയിൽ. ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൽ. ഗെയിൽ ഇറ്റ് മീൻസ് കണ്ണിങ് ആണ് കേട്ടോ. എന്താണ്? കണ്ണിങ് ആണ്. ഓക്കെ. നമ്മുടെ ക്രിസ് ഗെയിലിനെ ഓർത്താൽ മതി കേട്ടോ. കണ്ണിങ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഗെയിൽ ഇറ്റ് മീൻസ് കണ്ണിങ്. നെക്സ്റ്റ് വൺ ഡിസ്ഗസ്റ്റ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇഷ്ടമല്ല, ഡിസ്ലൈക്ക് ആണ് അല്ലേ. ഡിസ്ലൈക്ക് ആണ്. ഡിസ്ഗസ്റ്റ് ഇറ്റ് മീൻസ് ഡിസ്ലൈക്ക്. ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നണം അല്ലേ. ഞാൻ എന്തായാലും എടുത്തു പോവാണ്, കുറച്ചും കൂടി ഉള്ളൂ. ഇപ്പോൾ തീരുവേ. ചാമ്പിങ് അറ്റ് ദ ബെൽറ്റ്. ചാമ്പിങ് അറ്റ് ദ ബെൽറ്റ് മീൻസ് വാട്ട്? ചാമ്പിങ് അറ്റ് ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്ട്രീംലി ഇംപേഷ്യൻ്റ് ആണ് കേട്ടോ. എക്സ്ട്രീംലി ഇംപേഷ്യൻ്റ് ആണ്. പട്ടിയൊക്കെ ഈ ചങ്ങലയുടെ അവിടെയൊക്കെ ഇങ്ങനെ ഈ പൊട്ടിക്കാനൊക്കെ ശ്രമിക്കില്ലേ, അതാണ് ചാമ്പിങ് അറ്റ് ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇംപേഷ്യൻ്റ് ആണ്, ഇങ്ങനെയെങ്കിലൊക്കെ പുറത്ത് വരണം എന്നുള്ളൊരു മീനിങ് ആണ്. എക്സ്ട്രീംലി ഇംപേഷ്യൻറ്റ്. നെക്സ്റ്റ് വൺ കോൾഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് ഷോൾഡർ. എല്ലാവരുടെയും കമൻസ് കാണുന്നുണ്ട്, ഞാൻ എടുത്ത് പറയാത്ത കേട്ടോ. വേഗം പറഞ്ഞോ. കോൾഡ് ഷോൾഡർ. തണുപ്പൻ മട്ടായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക അല്ലേ. കോൾഡ് ഷോൾഡർ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്യുക. ടു ഇഗ്നോർ ആണ് കേട്ടോ. കോൾഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ ടു ഇഗ്നോർ. അടുത്തത് ടൈ ദ നോട്ട്. ടൈ ദ നോട്ട് എന്താ? ഗെറ്റിംഗ് മാരീഡ് ആണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നോട്ട് വീണു എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക അല്ലേ. ഒരു എന്താ പറയുക, ഒരു കെട്ട് വീണു എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ടൈ ദ നോട്ട് ഇറ്റ് മീൻസ് ഗെറ്റിംഗ് മാരീഡ്. അടുത്തത് സിനോണിം ഓഫ് ആഡിൽ. ആഡിലിൻ്റെ സിനോണിം SCRT ആണ്. സിനോണിം ഓഫ് ആഡിൽ. ആഡിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ്? കൺഫ്യൂസ്ഡ്. നമ്മുടെ അടുത്ത് മൈൻഡിലൊക്കെ വലിയ വലിയ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ
എന്താ പറയുക, കൂട്ടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷനൊക്കെ വരും അല്ലേ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ആഡിൽ ഇറ്റ് മീൻസ് കൺഫ്യൂസ്ഡ്. നെക്സ്റ്റ് വൺ, പാസ് ദ ഹാറ്റ്. പാസ് ദ ഹാറ്റ് ഇടിയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പാസ് ദ ഹാറ്റ്, ഈ പരിപാടിയൊക്കെ, ഈ സ്ട്രീറ്റിലൊക്കെ പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അവസാനം കാശ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാശ് അല്ല, മടിലെന്ന് പറഞ്ഞ, മടിലും കൺഫ്യൂസ്ഡ്, അടിലും കൺഫ്യൂസ്ഡ് തന്നെയാണ് കേട്ടോ അനുജത്ത്. യെസ്, പാസ് ദ ഹാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് മണിയാണ് കേട്ടോ. ടു കളക്ട് മണിയാണ്. അവസാനം നമ്മൾ ആ ഹാറ്റിൽ കാശ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും എന്നുള്ളതാണ് ടു കളക്ട് ദി മണി, ഐ മീൻ ടു കളക്ട് മണി. നെക്സ്റ്റ് വൺ, ഗിവ് ദ സ്ലിപ്പ്. ഗിവ് ദ സ്ലിപ്പ് മീൻസ് ഇഡിയമാണ്. ഗിവ് ദ സ്ലിപ്പ് ഇറ്റ് മീൻസ് ടു എസ്കേപ്പ് ആണ്. ഓക്കെ, ടു എസ്കേപ്പ്. നമുക്ക് ആരെങ്കിലും ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ബില്ലൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനൊക്കെ നോക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഗിവ് ദ സ്ലിപ്പ്, സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. ടു എസ്കേപ്പ് കേട്ടോ. അടുത്തത്, ഇത് വെറുതെ കണക്ട് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ബ്രിങ് ടു ബുക്സ്. ബ്രിങ് ടു ബുക്ക്, ഐ മീൻ ബ്രിങ് ടു ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിഷ് ആണോ, പണിഷ് ആണോ, റിസർവ് ആണോ, ബോറോ ആണോ? ആൻസർ പറഞ്ഞോ. ബ്രിങ് ടു ബുക്ക്. ബ്രിങ് ടു ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? പണിഷ് ചെയ്യുക കേട്ടോ. ബ്രിങ് ടു ബുക്ക്. അപ്പോൾ ടു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. 2 ബുക്ക് കൊണ്ടുവരൂ, എന്തിനാ? പണിഷ് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക കേട്ടോ. ബ്രിങ് ടു ബുക്ക് എന്നുള്ള രീതിയിൽ വെറുതെ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. പണിഷ് ആണ്. ഓക്കെ, പണിഷ് ആണ്. ബ്രിങ് ടു ബുക്ക് ഇറ്റ് മീൻസ് പണിഷ്. ഹിറ്റ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹിറ്റ് ദ ബുക്ക്. ഹിറ്റ് ദ ബുക്ക്, ബുക്കിനെ പോയിട്ട് അടിക്കാനാണോ? ഹിറ്റ് ദ ബുക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വേഗം പറഞ്ഞു തന്നെ. ഹിറ്റ് ദ ബുക്ക് മീൻസ് ലാഗ് ഉണ്ടെന്ന് തോന്നണം അല്ലേ? ഇപ്പം ശരിയാക്കാം. ഹിറ്റ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോളൂ, കമൻസ് പോന്നോട്ടെ. ഇനി പറഞ്ഞു. ഹിറ്റ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ് അല്ലേ? സ്റ്റഡി ഇൻ എ സീരിയസ് മാനർ. നാളെ എന്തായാലും പരീക്ഷയാണ്. അപ്പോൾ ഹിറ്റ് ദ ബുക്ക് കേട്ടോ. സ്റ്റഡി ഇൻ എ സീരിയസ് മാനർ. നെക്സ്റ്റ് വൺ, വെയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ്. വെയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ്. സ്ലീവിൽ കൊണ്ടുപോയിട്ട് ഹാർട്ട് വയ്ക്കുക എന്നുള്ള രീതിയിലൊക്കെ വെറുതെ കണക്ട് ചെയ്തു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഹിറ്റ് ദ പില്ലോ അല്ല കേട്ടോ, അതിന് സമയമായിട്ടില്ല. വടക്കൻ. യെസ്, വെയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഷോ വൺസ് ഫീലിങ്സ് ഓപ്പൺലി അല്ലേ? നമ്മുടെ ഫീലിങ്സ് ഒക്കെ സ്ലീവിൽ കൊണ്ടുപോയി വെച്ചു, ഹാർട്ട് കൊണ്ടുപോയിട്ട് സ്ലീവിൽ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് കാണിക്കുക കേട്ടോ. ഷോ വൺസ് ഫീലിങ്സ് ഓപ്പൺലി. നെക്സ്റ്റ് വൺ, വൂൾ ഗ്യാതറിങ്. വൂൾ ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ എന്താ? വൂൾ ഗ്യാതറിങ്. വൂൾ ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ ഡേ ഡ്രീമിംഗ് ആണ് കേട്ടോ. ഡേ ഡ്രീമിംഗ് ആണ് വൂൾ ഗ്യാതറിങ്. ഇറ്റ് മീൻസ് ഡേ ഡ്രീമിംഗ്, ഐ മീൻ ഇഡിയം ആണ് കേട്ടോ. അടുത്തത്, റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ആൻസർ ഹോളിഡേ, ഡേഞ്ചറസ് ഡേ, ബാഡ് ഡേ വല്ലതാണോ? അല്ല, എ മെമ്മറബിൾ ഡേ ആണ് അല്ലേ? മെമ്മറബിൾ ഡേ ആണ്. റെഡ് ലെറ്റർ ഡേ ഇറ്റ് മീൻസ് മെമ്മറബിൾ ഡേ ആണ് കേട്ടോ. അത് പോസിറ്റീവ് രീതിയിലാണ് പറയുന്നത്. നമ്മുടെ നല്ലൊരു ദിവസം, ആ ഒരു നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എ മെമ്മറബിൾ ഡേ. ഓക്കെ, കലണ്ടറിലെ റെഡ് ലെറ്ററും കണ്ടിട്ട് ഹോളിഡേ ആണെന്നൊന്നും കുത്തിവെച്ചേക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, ബ്ലാക്ക് ഷീപ്പ്. ബ്ലാക്ക് ഷീപ്പ് ഇറ്റ് മീൻസ് ഡിസ്റിപ്യൂട്ടബിൾ മെമ്പർ ഓഫ് എ ഫാമിലി ഓർ ഗ്രൂപ്പ്. ഒരു ഫാമിലിനകത്തുള്ള ഒരു ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ കേട്ടോ. ഡിസ്റിപ്യൂട്ടബിൾ മെമ്പർ ഓഫ് എ ഫാമിലി ഓർ ഗ്രൂപ്പാണ് കേട്ടോ. അടുത്ത ചോദ്യം, ക്രീം ഓഫ് ദി ക്രോപ്പ്. ക്രീം ഓഫ് ദി ക്രോപ്പ്, ഒരു ക്രോപ്പിനകത്തുള്ള ക്രീം എന്ന് പറയുകയാണെങ്കിൽ അതിനകത്തുള്ള ബെസ്റ്റ് ആണ്. ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്. ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്. എ വൈൽഡ് ഗൂസ് ചേസ്. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? എ വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസിൻ്റെ പുറകെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഇസ് എ ഫൂളിഷ് ആൻഡ് അൺപ്രോഫിറ്റബിൾ അറ്റംപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഹാപ്പിയുടെ മീനിങ് ഉണ്ട്. അതെ, അതാണ് അരുൺ ഞാൻ പറഞ്ഞത്. ഹാപ്പി ആയിട്ട് നമ്മളൊരു പോസിറ്റീവ് രീതിയിലാണ് പറയുന്നത് കേട്ടോ. യെസ്, ഹാപ്പി ഡേ. വെരി ഗുഡ് അരുൺ. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ് ആൻഡ് അൺപ്രോഫിറ്റബിൾ അറ്റംപ്റ്റ് ആണ് കേട്ടോ. ബി ഇൻ ദ റെഡ്. ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻ ദ റെഡ് മീൻസ് മേക്കിംഗ് എ ഫിനാൻഷ്യൽ ലോസ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കടബാധ്യതയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ബി ഇൻ ദ റെഡ്. നമ്മുടെ ഫേസൊക്കെ അങ്ങനെ റെഡ് കളർ ആവുന്ന ആലോചിക്കുക. ഈ ഫൈനാൻഷ്യലായിട്ട്
പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിയുമ്പോൾ റെഡ് കളർ ആവുന്നൊക്കെ ആലോചിക്കുക. ബി ഇൻ ദ റെഡ് ഇറ്റ് മീൻസ് മേക്കിംഗ് എ ഫിനാൻഷ്യൽ ലോസ്. ഇനി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ. ടു ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ. ആൻസർ ടു ലോസ്റ്റ് വൺസ് ടെമ്പർ ആണ്. നമ്മുടെ എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മുടെ ഡോറിൻ്റെ ഒക്കെ ഹാൻഡിലൊക്കെ നമ്മളിങ്ങനെ തെറിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. ടു ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ ഇറ്റ് മീൻസ് ടു ലൂസ് വൺസ് ടെമ്പർ. അടുത്തത് അറ്റ് ദി എൻഡ് ഓഫ് എ സ്പീച്ച് ദ ലീഡർ വിഷ്ഡ് ഡാഷ് ടു ഓൾ. എന്താ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ എൻഡ് ഓഫ് എ സ്പീച്ച് ദ ലീഡർ വിഷ്ഡ് ഡാഷ് ടു ഓൾ. റിവോയർ ആണ് കേട്ടോ. ഓ റിവോയർ ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ദ എൻഡ് ഓഫ് എ സ്പീച്ച് ദ ലീഡർ വിഷ്ഡ് ഡാഷ് ടു ഓൾ. ഗുഡ് ബൈ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും ഓ റിവോയർ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ.